27. കൃഷ്ണന്റെ മറ്റു പത്നിമാർ. പൂർവ്വജന്മത്തിൽ ശ്രീരാമൻ ഏകപത്നി വ്രതനിഷ്ഠയോടെയിരുന്ന ആളായിരുന്നതിനു പകരം ഈ ജന്മത്തിൽ ബഹുപത്നി വ്രതം അനുഷ്ഠിക്കാൻ കൃഷ്ണൻ നിർബന്ധിതനായി. ഒരു ദിവസം യമുനാ തീരത്ത് നായാട്ടിന് പോയ കൃഷ്ണൻ യമുനാ നദി സ്ത്രീരൂപമെടുത്ത് കാളിന്നി എന്ന പേരിൽ കാട്ടിൽ വിഹരിക്കുന്നത് കണ്ടു. അതിസുന്ദരിയായ അവൾ കൃഷ്ണൻ ഭർത്താവായി വരണമെന്നാഗ്രഹിച്ച് അതിനുള്ള വഴി ആലോചിച്ചുകൊണ്ട് ചുറ്റിത്തിരിയായിരുന്നു. കൃഷ്ണനെ കണ്ടപ്പോൾ അവൾ സലജ്ജം ഒളിച്ചു നിൽക്കുന്നതായി ഭാവിച്ചു. കൃഷ്ണൻ അതുകണ്ട് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് അവളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി പ്രേമപൂർവ്വം പാണിഗ്രഹണം ചെയ്ത് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ഏറെ ദിവസം കഴിയും മുൻപ് വസുദേവന്റെ മറ്റൊരു സഹോദരിയായ സൗദാമിനിയുടെ മകളും അവന്തി രാജകുമാരിയുമായ മിത്രവിന്ദയുടെ സ്വയംവര സഭയിൽ കൃഷ്ണൻ കയറിച്ചെന്നു. മിത്രവൃന്ദയുടെ ജ്യേഷ്ഠന്മാരായ അനുവിന്ദനും തനുവിന്ദനും ബഹുപത്നിമാരെ പരിപാലിക്കുന്ന കൃഷ്ണന് അനുജത്തിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമായിരുന്നില്ല. അവർ വേറെ വിവാഹം ഏർപ്പാട് ചെയ്യാൻ പുറപ്പെടുകയായിരുന്നു. കൃഷ്ണനെ ഒഴിച്ച് മറ്റാരെ വേണമെങ്കിലും വരിച്ചോളാൻ ജ്യേഷ്ഠന്മാർ മിത്രവിന്ദയ്ക്ക് അനുവാദം കൊടുത്തിരുന്നു. എന്നാൽ കൃഷ്ണൻ മാത്രമാണ് എന്റെ ഭർത്താവായി വരികയെന്ന് അവൾ പറഞ്ഞു. ജ്യേഷ്ഠന്മാർ കൃഷ്ണനെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നറിഞ്ഞ് അവൾ സ്വയംവര സദസ്സിലേക്ക് പോകാൻ തന്നെ കൂട്ടാക്കാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് കൃഷ്ണൻ വന്നു എന്ന് നഗരവാസികൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് മിത്രവിന്ദ കേട്ടത്. അവൾ പൂമാലയുമെടുത്ത് സഖിമാരോടൊപ്പം സഭയിൽ പ്രവേശിച്ചു. സഭയിൽ കയറി വന്ന കൃഷ്ണന് ഇരിക്കാൻ ഒരു പീഠം പോലും അനുവിന്ദനും തനുവിന്ദനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സഭാമധ്യത്തിൽ എല്ലാവരുടെയും ദൃഷ്ടിക്ക് വിഷയമായി നിൽക്കുന്ന കൃഷ്ണനെ മിത്രവിന്ദ പൂമാലയണിയിച്ച് വരിച്ചു. ജ്യേഷ്ഠന്മാർ ബഹളം കൂട്ടിയെങ്കിലും കൃഷ്ണനോ മിത്രവിന്ദയോ അത് ഗൗനിച്ചില്ല. വർണ്ണമാല്യം അണിയിച്ചു കഴിഞ്ഞിരുന്നതിനാൽ വിവാഹക്രിയ നടത്താതിരിക്കാനും പറ്റില്ല. രാജകുമാരന്മാർ വാശിയിൽ നിന്ന് പിൻവാങ്ങി കൃഷ്ണന്റെയും മിത്രവിന്ദയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. നഗ്നജിത്ത് എന്ന രാജാവിന്റെ മകളായ സത്യ എന്ന സുന്ദരി കൃഷ്ണൻ ഭർത്താവായി വരണമെന്ന് കരുതി ദീർഘകാലമായി ദേവീഭജനം ചെയ്യായിരുന്നു. അവൾ തന്റെ ആഗ്രഹം അച്ഛനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഒരു പരീക്ഷ ഏർപ്പെടുത്തി. കൃഷ്ണൻ അതിൽ ജയിച്ചാൽ സത്യയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്നും അതല്ലെങ്കിൽ ജയിക്കുന്ന ആൾ ആരായാലും അയാൾക്കേ കൊടുക്കുള്ളൂ എന്നും അദ്ദേഹം മകളോട് പറഞ്ഞു. മതിച്ചു നടക്കുന്ന 7 കാളക്കൂറ്റന്മാരെ പിടിച്ചു കെട്ടുന്നതായിരുന്നു പരീക്ഷ. പല രാജാക്കന്മാരും കാളകളുടെ കുത്തേറ്റും ചവിട്ടേറ്റും പരുക്കുകൾ പറ്റി പിൻവാങ്ങി. ചുറ്റും വേലി കെട്ടിത്തിരിച്ച ഒരു മൈതാനത്തിൽ 7 കൂറ്റൻ കാളകൾ ചുരമാന്തി നിൽക്കുന്നതുകണ്ട് കൃഷ്ണൻ മൈതാനത്തിലേക്ക് പ്രവേശിച്ചു. ക്ഷണസമയത്തിനുള്ളിൽ മൈതാനത്തിൽ 7 കൃഷ്ണന്മാർ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണന്മാർ 7 കാളകളെയും ക്ഷണസമയത്തിനുള്ളിൽ കൊമ്പുകൾ പിടിച്ചു നിർത്തി കുറ്റികളിൽ കെട്ടിയിട്ട് വീണ്ടും ഏകരൂപനായി. സത്യയുടെ ആശ സഫലമായി. കൃഷ്ണൻ സത്യയെ പരിണയിച്ച് ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. സന്ദർധനന്മാർ എന്നറിയപ്പെട്ടിരുന്ന 4 രാജകുമാരന്മാർക്ക് ഭദ്ര എന്നൊരു അനുജത്തിയുണ്ടായിരുന്നു. അവരുടെ അമ്മ ശ്രേയസി വസുദേവന്റെ മറ്റൊരു സഹോദരിയായിരുന്നു. ഭദ്രയെ കൃഷ്ണന് കൊടുക്കണമെന്നായിരുന്നു അവളുടെ ജ്യേഷ്ഠന്മാരുടെയും അമ്മയുടെയും ആഗ്രഹം. മനോരഥം അറിഞ്ഞ കൃഷ്ണൻ ഭദ്രയെയും വിവാഹം ചെയ്ത് കൊണ്ടുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മദ്രരാജ്യത്തിലെ രാജകുമാരിയായ ലക്ഷണയുടെ സ്വയംവര മണ്ഡപത്തിൽ ക്ഷണമനുസരിച്ച് കൃഷ്ണൻ എത്തിച്ചേർന്നു. ദ്രൗപദിയുടെ വിവാഹത്തിന് ദ്രുപദ രാജാവ് ഏർപ്പെടുത്തിയിരുന്നതുപോലെയുള്ള സങ്കീർണമായ ഒരു ലക്ഷ്യമേധമാണ് അവിടെ കൃഷ്ണനെ പ്രതീക്ഷിച്ചിരുന്നത്. അർജുനൻ ചെയ്തതുപോലെ കൃഷ്ണനും അനായാസേന ലക്ഷ്യം ഭേദിച്ച് ലക്ഷണയെ വിവാഹം കഴിച്ചു. കൃഷ്ണന് നിസ്തുലമായ സുന്ദരിമാരായ 8 പത്നിമാരുണ്ടായി. രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്നി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷണ എന്നിവരായിരുന്നു കൃഷ്ണന്റെ പ്രധാന പത്നിമാർ. 28. നരകാസുരവധം. പ്രാഗ് ജ്യോതിഷപുരത്തിലെ രാജാവായിരുന്നു നരകാസുരൻ. സതീദേവിയുടെ ശരീരവിയോഗമറിഞ്ഞപ്പോൾ ശ്രീപരമേശ്വരന്റെ കണ്ണുകളിൽ നിന്ന് കോപോഷ്മളമായ ഒരു തുള്ളി കണ്ണീർ ഭൂമിയിൽ വീണു. അതിൽ നിന്ന് ഒരു അസുരൻ ജനിച്ചു. അങ്ങനെ ഭൂമിദേവി അവന്റെ അമ്മയായി. നരകാസുരൻ ഘോര തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരം യാചിച്ചു. എന്റെ അമ്മയായ ഭൂമിദേവിക്കല്ലാതെ മറ്റാർക്കും എന്നെ കൊല്ലാൻ കഴിയരുത്. അമ്മമാർ ഒരിക്കലും യാതൊരു കാരണവശാലും മക്കളെ കൊല്ലുകയില്ലല്ലോ. ചീത്ത മകനുണ്ടാവും, എന്നാൽ ചീത്ത അമ്മയുണ്ടാവുകയില്ല. അതെല്ലാം വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ഒരു വരം വാങ്ങിയത്. നരകാസുരൻ പ്രാഗ് ജ്യോതിഷപുരത്തിൽ 7 പ്രതിബന്ധങ്ങളുണ്ടാക്കി അതിനുള്ളിൽ രാജധാനി കെട്ടിയിട്ടാണ് താമസിച്ചിരുന്നത്. ആദ്യത്തെ കിടങ്ങിൽ ഹിമജലവും 2ാമത്തെ കിടങ്ങിൽ തിളയ്ക്കുന്ന വെള്ളവും ആയിരുന്നു. 3ാമത്തെ കോട്ടമതിൽ കടുത്ത പാറക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും 4ാമത്തെ മതിൽ കൂർത്തുമൂർത്തു കനത്ത ഇരുമ്പു തൂണുകൾ അടുപ്പിച്ചടുപ്പിച്ച് വളരെ ഉയരത്തിൽ കുത്തിയിറക്കി നിർമ്മിച്ചതുമായിരുന്നു. 5ാമത്തെ മതിലിനു ചുറ്റും വീതിയുള്ള ഒരു ഇടവഴി പോലെയുള്ള സ്ഥലത്ത് സിംഹം, പുലി, ചെന്നായ, കാട്ടുപോത്ത് മുതലായ ഹിംസ്ര മൃഗങ്ങൾ യഥേഷ്ടം വിഹരിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു 5ാമത്തെ പ്രതിബന്ധം. 6ാമത്തെ കോട്ടയുടെ കാവൽക്കാരൻ 5 മുഖങ്ങളുള്ളവനും അജയ്യനുമായ മുരാസുരനായിരുന്നു. 7ാമത്തെ മതിൽ കാത്തിരുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമാവതാര കാലത്ത് സീതാദേവിയെ രാവണ രാക്ഷസനിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിച്ച വിവിധൻ എന്ന വാനരനായിരുന്നു. അവൻ ഭഗവാന്റെ കൈകൊണ്ട് വേണം മരിക്കാൻ എന്നൊരാഗ്രഹം അന്ന് ശ്രീരാമനോട് പറയുണ്ടായി. അടുത്ത ജന്മത്തിൽ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ കൊന്നോളാമെന്നും ശ്രീരാമന് തനിക്കുപകാരം ചെയ്ത ആരെയും ഉപദ്രവിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധൻ അതിശക്തനായ വാനരനായി തന്നെ വീണ്ടും ജനിച്ച് ക്രൂരനായ നരകാസുരന്റെ പരിജനങ്ങളിലൊരാളായി തീർന്ന് ഭഗവാൻ വരുന്നതും കാത്തിരിപ്പായി.
നരകാസുരന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ മുനിമാർ ദ്വാരകയിൽ വന്ന് ഉഗ്രസേന മഹാരാജാവിനോട് സങ്കടമുണർത്തിച്ചു. വൃദ്ധനായ രാജാവ് കൃഷ്ണനെ വിളിച്ച് അസുരന്റെ ദ്രോഹങ്ങളിൽ നിന്ന് ഋഷിമാരെ രക്ഷിക്കണമെന്ന് കൽപ്പിച്ചു. അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയരുതെന്ന് നരകാസുരൻ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വരങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് വാസുദേവകൃഷ്ണൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഭൂമിദേവിയുടെ അവതാരമായ തന്റെ പത്നി സത്യഭാമയെ കൂട്ടിക്കൊണ്ട് ദാരുകൻ ഓടിക്കുന്ന തേരിൽ കയറി അന്തഃപുരോദ്യാനത്തിലേക്കെന്ന പോലെ പ്രാഗ് ജ്യോതിഷപുരത്തിന്റെ ഗോപുരദ്വാരങ്ങളിലേക്ക് ചെന്നു. ആദ്യത്തെ മതിലിന്റെ കാവൽക്കാരനായ വിവിധനെ കൃഷ്ണൻ കണ്ടു. പാഞ്ചജന്യ ശംഖത്തിന്റെ നാദം കേട്ടപ്പോൾ തന്നെ വിവിധൻ ബോധം കെട്ടു വീണു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളും കൊണ്ട് കൃഷ്ണനെ എതിരിട്ടു. കൃഷ്ണൻ വാനരന്റെ വാൽ പിടിച്ചു പൊക്കി നാന്തകഖണ്ഡം കൊണ്ട് അവന്റെ തല മുറിച്ചിട്ടു. രണ്ടാമത്തെ മതിലിനടുത്തെത്തിയപ്പോൾ 5 മുഖങ്ങളുള്ള മുരാസുരൻ ചാടി വീണു. അവന്റെ ശൗര്യം അനന്യ സാധാരണമായിരുന്നു. കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് അവന്റെ 5 മുഖങ്ങൾ ഓരോന്നായി മുറിച്ചു വീഴ്ത്തി. ദേവന്മാർ പോലും നേരെ നിൽക്കാൻ ധൈര്യപ്പെടാത്ത മുരാസുരന്റെ പ്രാണൻ കൃഷ്ണന് കളയാനായി കുറച്ചു സമയം മതിയായിരുന്നു. മൂന്നാമത്തെ മതിലിനടുത്തെത്തിയ കൃഷ്ണൻ തന്റെ ഒരു നോട്ടം കൊണ്ട് ക്രൂരമൃഗങ്ങളെ മാനുകളെപ്പോലെ ഭീരുക്കളും ശാന്തരുമാക്കി. ഒതുങ്ങി നിൽക്കുന്ന മൃഗങ്ങളെ വിട്ട് കൃഷ്ണൻ കൂർത്ത ഇരുമ്പു തൂണുകളുള്ള മതിലിനെ സമീപിച്ചു. സ്നാന്തകഖണ്ഡം കൊണ്ട് ഭഗവാൻ ആ ഇരുമ്പു തൂണുകൾ വെട്ടിപ്പൊളിച്ച് പൊടിയാക്കി. അതിനടുത്ത പ്രതിബന്ധം വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം നിറഞ്ഞ കിടങ്ങായിരുന്നു. കൃഷ്ണന്റെ താമരപ്പൂവിൽ നിന്ന് പൊഴിഞ്ഞു വീണ മഞ്ഞുതുള്ളികൾ വെള്ളത്തെ ശീതളമാക്കി. അതിനടുത്തുള്ള മതിലിലെ പാറക്കല്ലുകൾ കൃഷ്ണന്റെ കൗമോദഗീഗത അടിച്ചു പൊളിച്ച് പൊടിച്ചു. അതിനടുത്ത പ്രതിബന്ധമായ ഹിമജലം സുദർശന ചക്രത്തിൽ നിന്നു തെറിച്ച തീപ്പൊരികൾ വീണ് പറ്റവറ്റി. ഈ 7 പ്രതിബന്ധങ്ങളെയും തട്ടിനീക്കി മനുഷ്യകുലത്തിൽ ജനിച്ചവരാരും തന്റെ കൊട്ടാരത്തെ ആക്രമിക്കാൻ വരികയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ നരകാസുരൻ യാതൊരു യുദ്ധസന്നാഹവുമില്ലാതെ സ്വസ്ഥനായിരിക്കുകയായിരുന്നു. പക്ഷെ പത്നിയോടൊപ്പം തേരിൽ തന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട കൃഷ്ണന്റെ നേരെ നിമിഷ സമയത്തിനുള്ളിൽ അസുരൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങിയിരുന്നു. നരകാസുരനുമായുള്ള യുദ്ധം കൃഷ്ണന് എളുപ്പമായിരുന്നില്ല. കൃഷ്ണന്റെ കോദണ്ഡത്തിൽ നിന്ന് പുറപ്പെട്ട അമ്പുകളെയെല്ലാം അസുരൻ നിഷ്പ്രയാസം വിഴുങ്ങിക്കളഞ്ഞു. നാന്തകഖണ്ഡം അവൻ ഒടിച്ചു. അത് പൂർവ്വസ്ഥിതിയിലായെങ്കിലും കൃഷ്ണൻ പിന്നെ അത് ഉപയോഗിച്ചില്ല. കൗമോദഗീഗതയും അവൻ പല തുണ്ടുകളാക്കി മുറിച്ചു. സുദർശനചക്രം അവന്റെ ദേഹത്തിൽ തട്ടി വിഫലമായി. അപ്പോൾ കൃഷ്ണൻ സത്യഭാമയെ നോക്കി. ശരപ്രയോഗത്തിൽ വൈദഗ്ധ്യമില്ലാത്ത കൈകൊണ്ട് സത്യഭാമ വില്ലെടുത്ത് ഞാൻ വലിച്ചു തൊടുത്ത ഒരമ്പ് നരകാസുരന്റെ ജീവനെടുത്തു. അമ്മയുടെ കയ്യാൽ മരണമെന്ന ബ്രഹ്മാവിന്റെ വരദാനം നിറവേറി. നരകാസുരൻ മരിച്ചു വീണ ഉടൻ അവന്റെ സേന മുഴുവൻ ചിന്നിച്ചിതറിപ്പോയി. അവന്റെ കണക്കറ്റ സമ്പത്ത് കണ്ട് കൃഷ്ണൻ അമ്പരന്നു പോയി. ആനകൾ, കുതിരകൾ, പശുക്കൾ, സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ എന്നിവ കൂടാതെ അവൻ വലിയൊരു കാരാഗ്രഹത്തിൽ വളരെ സ്ത്രീരത്നങ്ങളെയിട്ട് അടയ്ക്കുകയും ചെയ്തിരുന്നു. ദേവകന്യകമാരിലും അസുരകന്യകമാരിലും രാക്ഷസസുന്ദരിമാരിലും യക്ഷസുകുമാരിമാരിലും കിന്നരനാരിമാരിലും മനുഷ്യരിൽ ബ്രാഹ്മണ വനിതമാരിലും രാജകുമാരിമാരിലും വൈശ്യമഹിളമാരിലും വെച്ച് ഏറ്റവും മികച്ച ലാവണ്യമതികളെ അവൻ ബന്ധനത്തിലാക്കിയിരുന്നു. സ്ത്രീജിതനല്ലാത്ത അവന് ലോകത്തിലെ രത്നങ്ങൾ മുഴുവൻ സ്വായത്തമാക്കണമെന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുനിമിത്തമാണ് അവൻ മറ്റു രത്നങ്ങളുടെ കൂടെ സ്ത്രീരത്നങ്ങളെയും കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത്. സ്ത്രീകളുടെ എണ്ണം അറിഞ്ഞപ്പോൾ കൃഷ്ണൻ കുറച്ചുകൂടി അന്താളിച്ചു. 16,000 സ്ത്രീരത്നങ്ങളെയാണ് അവൻ തടവിലാക്കിയിരുന്നത്. കൃഷ്ണൻ ആനകളെയും കുതിരകളെയും പശുക്കളെയും സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ എന്നിവയെയും വണ്ടികളിലാക്കി ദ്വാരകയിലേക്ക് കൊണ്ടുപോവാൻ ഏൽപ്പിച്ചു. ആ സമയത്ത് ഭൂമിദേവി ഒരു അസുര സ്ത്രീയുടെ രൂപമെടുത്തു വന്ന് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. എന്റെ മകന്റെ ആനകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമുള്ള ഒരു ആനയുണ്ട്. ദേവേന്ദ്രന്റെ ഐരാവതത്തിന് മകന്റെ വകയായി അപൂർവ സൗന്ദര്യമുള്ള ഒരു പിടിയാനയിൽ ജനിച്ചതാണത്. വെളുപ്പും കറുപ്പും കലർന്ന നിറമാണതിന്. ഉയരവും ഉടൽ വലുപ്പവും സാധാരണ ആനകളുടെ ഇരട്ടിയുണ്ട്. കൊമ്പുകൾക്ക് അതിന്റെ കാലുകളുടെ വണ്ണമുണ്ട്. കഠാരിയേക്കാൾ മൂർച്ചയുമുണ്ട്. ആ ഗജരത്നത്തെ മകന്റെ മകൻ ഭഗതത്തിന് വലിയ ഇഷ്ടമാണ്. അതിനെ പരിപാലിക്കുന്നതും തീറ്റ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതുമെല്ലാം കൗമാരപ്രായം കഴിഞ്ഞിട്ടില്ലാത്ത അവനാണ്. അങ്ങ് അതിനെ കൊണ്ടുപോയാൽ തന്റെ പ്രാണൻ വെടിയും. ആനയാണെങ്കിൽ അവനെയല്ലാതെ മറ്റാരെയും അനുസരിക്കുകയില്ല. അവനെ കാണാതിരുന്നാൽ ആ വാരണേന്ദ്രനും ചെരിയാനാണ് വഴി. അതുകൊണ്ട് അങ്ങ് സദാ മതജലമൊഴുക്കുന്ന ആ സാമജ ശ്രേഷ്ഠനെ ഭഗതത്തിന് വിട്ടുകൊടുക്കാൻ കനിവുണ്ടാകണം. മറ്റെന്തു തന്നെയുണ്ടെങ്കിലും അങ്ങേക്കെടുക്കാം. കൃഷ്ണൻ സത്യഭാമയുടെ മുഖത്ത് നോക്കി. ഭാമാദേവിയും അസുരസ്ത്രീ രൂപിണിയായ ഭൂമിദേവിയും ഒന്നായിത്തീരുന്ന കാഴ്ചയാണ് കൃഷ്ണൻ അപ്പോൾ കണ്ടത്. ഭഗവാൻ പുഞ്ചിരിയോടെ ഭൂമിദേവിയുടെ അപേക്ഷ സ്വീകരിച്ചു. ആനക്കൂട്ടത്തിൽ നിന്ന് സ്വന്തം ആനയെ തിരഞ്ഞെടുത്തുകൊള്ളാൻ വാസുദേവൻ ഭഗതത്തിന് അനുമതി കൊടുത്തു. ഭഗതത്തിനെ കണ്ട് ശബളവർണ്ണനായ ആ ഗജരത്നം ഓടിവന്ന് അടുത്തു ചെന്നു നിന്ന് തുമ്പിക്കൈകൊണ്ട് അവനെ തലോടി. ആനയുടെയും ഭഗതത്തിന്റെയും മിഴികളിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ണീർ പോലെ ഒഴുകി. കൃഷ്ണൻ അതുകൊണ്ട് കൃതാർത്ഥനായി ഭഗതത്തിനെ അനുഗ്രഹിച്ചു. നിനക്ക് നഷ്ടപ്പെട്ട സ്വർണവും രത്നങ്ങളുമെല്ലാം ഈ ഗജശ്രേഷ്ഠന്റെ ഐശ്വര്യം മൂലം അത്രയ്ക്കത്രയ്ക്ക് സമ്പാദിക്കാൻ നിനക്ക് സാധിക്കും. പക്ഷേ നീ നിന്റെ അച്ഛനെ പോലെ ദുഷ്ടനായി തീരരുത്. സജ്ജന സംസർഗം നിനക്ക് നന്മ വരുത്തും. അതല്ല ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ടാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ കുലം തന്നെ നശിച്ചു പോകും. ഭഗതത്തിന് ആ ഉപദേശം രസിച്ചില്ല. എങ്കിലും കൃഷ്ണനെയുള്ള ഭയം നിമിത്തം അവൻ തലകുലുക്കി സമ്മതിച്ചു. കൃഷ്ണന്റെ പ്രിയ സുഹൃത്തുക്കളാണ് പാണ്ഡവന്മാരെന്ന് ഭഗതത്തിന് അറിയാമായിരുന്നു. പാണ്ഡവന്മാരുടെ ശത്രുക്കളായ ദുര്യോധനൻ മുതലായ
ധാർത്തരാഷ്ട്രന്മാരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയാണ് അവൻ ഏറെ വൈകാതെ ചെയ്തത്. സതുപദേശം കൊണ്ട് സുജനങ്ങൾക്ക് ഗുണമുണ്ടാവുമെങ്കിലും ദുർജനങ്ങൾ വിപരീതാർത്ഥത്തിലേ അതെടുക്കൂ. സുജനങ്ങൾക്ക് അമൃതായി തോന്നുന്നത് ദുർജനങ്ങൾക്ക് കാളകൂട വിഷമായിട്ടാണ് തീരുക. തന്റെ അച്ഛനെ കൊന്ന് സ്വത്ത് മുഴുവൻ അപഹരിച്ചെടുത്ത കൃഷ്ണനെ ഭഗദത്തൻ പുറമേ കാണിക്കാൻ ധൈര്യപ്പെട്ടില്ലെങ്കിലും ഉള്ളുകൊണ്ട് വെറുത്തതിൽ അത്ഭുതമില്ല. കൃഷ്ണനും അത് മനസ്സിലാവാതെ ഇരുന്നതുമില്ല. 16,000 ബാലനന്ദിനിമാരെയും കൃഷ്ണൻ തടവിൽ നിന്ന് വിട്ടയച്ചു. എല്ലാവരും അവനവന്റെ ഭവനത്തിലേക്ക് എത്തിക്കാൻ ഏർപ്പാടു ചെയ്യാമെന്ന് വസുദേവൻ അവരോട് പറഞ്ഞപ്പോൾ അവരിലൊരാളായ ചന്ദ്രലേഖ എന്ന ദേവകന്യക എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഞങ്ങളെ നരകാസുരൻ ഞങ്ങളുടെ പിതൃഗൃഹത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോരാണ് ചെയ്തത്. അന്യൻ കൈപിടിച്ചു കൊണ്ടുപോവുകയും അന്യന്റെ ഭവനത്തിൽ കുറച്ചുകാലം കന്യകാത്വം നശിക്കാതെയാണെങ്കിലും കഴിഞ്ഞുകൂടുകയും ചെയ്ത ഞങ്ങളെ ഇനി ഞങ്ങളുടെ അച്ഛന്മാർ സ്വീകരിക്കില്ല. ഞങ്ങളെ പരിണയിക്കാനും ആരും ഒരുക്കമുണ്ടാവില്ല. കൃഷ്ണ, അതുകൊണ്ട് ചരണദാസിമാരായി ഞങ്ങളെ കൈവിടരുതേ. അങ്ങയുടെ പത്നിമാരായി തീരാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അത് സാധ്യമല്ലെങ്കിൽ ഞങ്ങൾ ദാസിമാരായി അങ്ങയെ എപ്പോഴും കണ്ടുകൊണ്ട് ദ്വാരകയിൽ കഴിഞ്ഞുകൂടിക്കൊള്ളാം. കൃഷ്ണൻ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. നരകാസുരൻ അവരുടെ കന്യകാത്വം അപഹരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അവരെ 16,000 പേരെയും പത്നിമാരായി സ്വീകരിച്ചു. 16,008 പത്നിമാർക്കും ഭഗവാൻ വെവ്വേറെ ഭവനങ്ങൾ പണിയിച്ചു കൊടുത്ത് അവരെ താമസിപ്പിച്ചു. എല്ലാ പത്നിമാരോടുമൊപ്പം കൃഷ്ണൻ സുഖമായി ജീവിച്ചു. ആരും സാപത്ന്യ ദുഃഖം അനുഭവിച്ചില്ല. ഇത്രയേറെ പത്നിമാരോടൊപ്പം കൃഷ്ണൻ എങ്ങനെ എല്ലാവരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നുവെന്ന് നാരദമുനി വിസ്മയിച്ചു. അതൊന്ന് പരീക്ഷിച്ചറിയണമല്ലോ എന്ന് കരുതി ഋഷി ആദ്യം കണ്ട ഭവനത്തിൽ കയറിയപ്പോൾ ശ്രീപതി കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യുന്നു. തൊട്ടടുത്ത ഭവനത്തിൽ വാസുദേവനും പത്നിയും കൂടി പ്രാതൽ കഴിക്കുന്നു. അതിനടുത്ത ഗൃഹത്തിൽ ദാമോദരൻ പത്നിയോടൊന്നിച്ച് ചൂത് കളിക്കുന്നു. അതിനടുത്ത മന്ദിരത്തിൽ മാധവൻ മദ്യാഗ്നികം ചെയ്യുന്നു. അതിനടുത്തതിൽ ദേവദേവൻ ഉച്ചയോണ് കഴിക്കുന്നു. അടുത്തതിൽ ഹരി പത്നിയോടൊപ്പം ഉദ്യാനത്തിലെ താമരപ്പൊയ്കയിൽ ജലക്രീഡ ചെയ്യുന്നു. അടുത്തതിൽ ഇന്ദിരേശൻ സന്ധ്യാവന്ദനം ചെയ്യുന്നു. അതിനപ്പുറത്തുള്ളതിൽ നാരായണൻ അത്താഴമുണ്ണുന്നു. നാരദ മഹർഷി ഓരോ വിനാഴിക സമയമേ ഓരോ ഭവനത്തിലും നിന്നുള്ളൂ. ഒരു ദിവസം മുഴുവനും മുനി 16,008 ഭവനങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞു. എല്ലായിടത്തും ഒരേ സമയത്ത് കൃഷ്ണന്റെ സാന്നിധ്യമുള്ളതായി കണ്ട് ഋഷി മനസാ ശിരസ വപുഷ ഭഗവാനെ നമസ്കരിച്ച് യാത്ര തുടർന്നു. കൃഷ്ണന് 16,008 പത്നിമാരിലും 10 വീതം പുത്രന്മാരുണ്ടായി. രുക്മിണിക്ക് മാത്രം ആദ്യത്തെ മകൻ പ്രദ്യുമ്നനെ കൂടാതെ 9 പുത്രന്മാരും 11ാമതായി ചാരുമതി എന്നൊരു പുത്രിയും ജനിച്ചു. ശ്രീരാമന്റെ ജന്മമെടുത്ത കാലത്ത് സീതാദേവി തനിക്കൊരു മകളുണ്ടാവണമെന്ന് ഭർത്താവിനോട് അപേക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് ഗർഭിണിയായിരുന്ന ദേവിയുടെ വയർ തലോടി ശ്രീരാമൻ ആശ്വസിപ്പിച്ചു. ഈ ജന്മത്തിൽ നമുക്ക് 2 പുത്രന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത ജന്മത്തിൽ ഭവതിക്ക് യഥേഷ്ടൻ പുത്രന്മാരും പുത്രിമാരും ജനിക്കും. സീതാദേവിയാണ് രുക്മിണിയായി പുനർജനിച്ചത്. പൂർവ്വജന്മത്തിലെ പ്രാർത്ഥന ഈ ജന്മത്തിൽ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തതായിരുന്നു. 29. പാരിജാത ഹരണം. നരകാസുരൻ പണ്ടൊരിക്കൽ ദേവലോകം ആക്രമിച്ച സമയത്ത് ദേവേന്ദ്രന്റെ അമ്മയും കാശ്യപമുനിയുടെ പ്രഥമ പത്നിയുമായ അദിതി ദേവിയുടെ അതിദിവ്യങ്ങളായ കുണ്ഡലങ്ങൾ പറിച്ചെടുത്തു കൊണ്ടുപോയുണ്ടായിട്ടുണ്ട്. ആ കുണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിൽ ദേവിക്ക് തീരാത്ത ദുഃഖമുണ്ടായിരുന്നു. അവ ദിവ്യങ്ങളാണെന്ന് മാത്രമല്ല, ദേവേന്ദ്രൻ ജനിച്ച സമയത്ത് കാശ്യപർഷി പ്രഥമ സന്താനത്തിന്റെ ജനനത്തിൽ സന്തുഷ്ടയായി ദേവിക്ക് സമ്മാനിച്ചവയുമായിരുന്നു. ആ വിശിഷ്ട കർണാഭരണങ്ങൾ ദിവ്യശക്തിയുള്ള അമൂല്യങ്ങളായ അവയെ ഭർത്താവിന്റെ ആദ്യ സമ്മാനമെന്ന നിലയിൽ ദേവി കൂടുതൽ വിലമതിച്ചിരുന്നു. ഭീരുക്കളും സുഖലോലുപന്മാരുമായ തന്റെ മക്കൾക്കാർക്കും പ്രബലനായ നരകാസുരന്റെ കയ്യിൽ നിന്ന് കുണ്ഡലങ്ങൾ വീണ്ടെടുക്കാനുള്ള കഴിവും ശക്തിയുമില്ലെന്നറിയാമായിരുന്ന ദേവി തന്റെ കുണ്ഠിതം തീർക്കാൻ വിഷ്ണു ഭഗവാനെയാണ് ആശ്രയിച്ചത്. അതിഥി ദേവിയുടെ പ്രാർത്ഥന പ്രത്യേകമായി ഓർത്ത ഭഗവാൻ നരകാസുരന്റെ ഭണ്ഡാരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 1000 സൂര്യന്മാരുടെ ശോഭയുള്ള അനർഘമായ കുണ്ഡലം കണ്ടെടുത്ത് അത് ദേവജനനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഉദ്ദേശിച്ച് ദേവലോകത്തിലേക്ക് പുറപ്പെട്ടു. നരകാസുരനെ വധിച്ച സ്ത്രീ എന്ന നിലയ്ക്ക് സത്യഭാമയെയും ഗോവിന്ദനൊപ്പം കൂട്ടി. നരകാസുരനെ കൊന്ന് ലോകങ്ങളെ രക്ഷിച്ച ശ്രീകൃഷ്ണനെയും സത്യഭാമയെയും ദേവേന്ദ്രൻ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു. ഞാൻ സൗന്ദര്യത്തിൽ ലക്ഷ്മി ദേവിയേക്കാൾ ഒരു പടി മുകളിലാണെന്ന് അഹങ്കരിച്ചിരുന്ന ദേവേന്ദ്രന്റെ പത്നിയായ ശചീദേവി സത്യഭാമയെ കണ്ടതോടെ അസൂയപ്പെടാൻ ധൈര്യമില്ലാതെ ആദിത്യ മര്യാദകൾ പോലും മറന്ന് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ. ഉർവശി, മേനക, രംഭ, തിലോത്തമ മുതലായ അതിസുന്ദരിമാരായ അപ്സര സ്ത്രീകളുടെ സൗന്ദര്യവും മതവും നശിച്ചു. ദേവേന്ദ്രൻ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ മാത്രമാണ് ശചീദേവിയും അപ്സര സ്ത്രീകളും സുബോധം വന്ന് സത്യഭാമയെ സ്വീകരിച്ച് സൽക്കരിച്ചത്. ദുർവാദള, ശ്യാമളയും പല പല പുഷ്പവർണ്ണങ്ങളിലുള്ള പട്ടുവസ്ത്രങ്ങളും ഉത്തരീയങ്ങളും അണിഞ്ഞവളും സാക്ഷാൽ ധരാദേവിയുടെ പൂർണ്ണാവതാരവുമായ സത്യഭാമയെ അവർ ഭക്തിയോടും ആദരവോടും കൂടി അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നരകാസുരന്റെ വധത്തെക്കുറിച്ച് പലതും ചോദിച്ചറിഞ്ഞ് സന്തുഷ്ടകളായി. കൃഷ്ണൻ അതിഥിദേവിയെ വന്നിച്ച് കുണ്ഡലങ്ങൾ തിരികെ കൊടുത്തു. തന്നെ നമസ്കരിക്കാൻ ഉദ്യമിച്ച കൃഷ്ണനെ ദേവമാതാവ് തടഞ്ഞ് സ്വയം കൃഷ്ണപാദങ്ങളിൽ പ്രണമിച്ച് സ്തുതിച്ചു. എല്ലാവരും കൂടി കുറച്ചു ദിവസം ദേവലോകത്തിൽ സ്വർഗ്ഗസുഖങ്ങൾ അനുഭവിച്ച് താമസിച്ചു. വൈകുന്നേര സമയങ്ങളിൽ കൃഷ്ണനോടൊന്നിച്ച് നന്ദനോദ്യാനങ്ങളിൽ ഉലാത്തുന്നത് സത്യഭാമയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു. നിർമ്മല ജലം നിറഞ്ഞ സരസുകൾ, അവയിൽ വിടർന്നു നിൽക്കുന്ന വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, നീല എന്നീ നിറങ്ങളിലുള്ള താമരപ്പൂക്കൾ, നീന്തിക്കളിക്കുന്ന വെളുത്തവയും സ്വർണ്ണവർണ്ണമാർന്നവയുമായ അരയന്നങ്ങൾ, സരസിന്റെ കരയിൽ നിൽക്കുന്നവയും ആശിച്ചതെന്തും നൽകുന്നവളുമായ
കൽപ്പവൃക്ഷങ്ങൾ, അവയുടെ കൂട്ടത്തിൽ ഒരിക്കലും വാടാത്ത സുരഭില സുമങ്ങൾ, ചുറ്റും പൊഴിഞ്ഞുകിടക്കുന്ന പാരിജാത വൃക്ഷം, ഇവയെല്ലാം ഭാമാദേവിയെ വളരെ ആകർഷിച്ചു. പാരിജാതത്തോട് ഭാമാദേവിക്ക് സവിശേഷമായ ഇഷ്ടം തോന്നി. പാരിജാത വൃക്ഷത്തിന്മേൽ പടർന്നു കയറിയ വാൽക്കണ്ണാടിയുടെ ആകൃതിയും കിളിപ്പച്ച നിറവുമുള്ള ഇലകളോടുകൂടിയ ഒരു വള്ളിയും അതിന്റെ അപൂർവവും കർപ്പൂരത്തിന്റെയും തുളസിയുടെയും മണവും ചേർന്ന സൗരഭ്യവും സത്യഭാമയ്ക്ക് കൗതുകമുളവാക്കി. അവൾ അവയിൽ നിന്ന് ഒരില പറിച്ചെടുത്ത് ഭർത്താവിന് കാണിച്ചു കൊടുത്ത്, ഇത് എന്തിലെയാണ് എന്ന് സാശ്ചര്യം ചോദിച്ചു. ഭഗവാൻ ചിരിച്ചു. ദേവന്മാർ താമ്പൂല ചർവണത്തിന് ഉപയോഗിക്കുന്ന വെറ്റിലയാണത്. ഇതിൽ ചുണ്ണാമ്പ് തേച്ച് കവുങ്ങിൽ നിന്നുണ്ടാവുന്ന അടയ്ക്ക ശുദ്ധി ചെയ്തതും ഏലക്കായ, കരയാമ്പൂ, ജാതിക്ക, ജാതിപത്രി, വാൽമുളക്, ചുക്ക്, അരത്ത, പെരുംജീരകം, വയമ്പ്, ഇരട്ടിമധുരം, നാളികേരപ്പൂള് എന്നിവയും ചേർത്ത് ദേവന്മാരും ദേവസ്ത്രീകളും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും താമ്പൂല ചർവണം നടത്തുന്നു. നമുക്ക് രണ്ടുപേർക്കും ദിവസേന മുത്താഴത്തിനും അത്താഴത്തിനും ശേഷം ചവയ്ക്കാൻ തന്നിരുന്ന സ്വാദുള്ള ഇലച്ചുരുൾ ഭവതി രസത്തോടെ ആസ്വദിച്ചിരുന്നത് ഓർമ്മയില്ലേ? കൽപ്പവൃക്ഷങ്ങളെപ്പോലെ പാരിജാതവും വെറ്റിലയും മനുഷ്യർക്ക് അനുഭവിക്കാൻ ദേവന്മാർ കൊടുക്കാറില്ല. അതുകൊണ്ട് ഭൂമിയിൽ ഇവ രണ്ടുമില്ല. സത്യഭാമയ്ക്ക് ദേവന്മാരുടെ സ്വാർത്ഥ ബുദ്ധി തീരെ രസിച്ചില്ല. ചോദിച്ചതെന്തും നൽകുന്ന കൽപ്പവൃക്ഷങ്ങളുടെ കാര്യം പോട്ടെ, ആവശ്യപ്പെടുന്നതെല്ലാം കിട്ടുന്ന ഒരു മരമുണ്ടെങ്കിൽ മനുഷ്യർ ഈശ്വരന്മാരെ മറക്കും. അതുകൊണ്ട് അവയെ ഭൂമിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയില്ല. എന്നാൽ നല്ല സുഗന്ധമുള്ള പൂക്കൾ നിറഞ്ഞ പാരിജാതവും ക്ഷണികമാണെങ്കിലും ആനന്ദം തരുന്ന താമ്പൂലവും ഭൂമിയിലുള്ളവർക്കും അനുഭവിക്കാവുന്നതാണല്ലോ. ഈ പൂവിന്റെ സൗരഭ്യം എന്നെ ആഹ്ലാദഭരിതയാക്കുന്നു. ഊണ് കഴിഞ്ഞ് എന്താണെന്നറിയാത്ത ഈ ഇലച്ചുരുൾ ചവച്ചപ്പോൾ എനിക്കും അത് സുഖം തന്നു. ഞാൻ ഈ മരവും വള്ളിയും ഭൂമിയിലേക്ക് കൊണ്ടുപോകും. കൃഷ്ണൻ മന്ദഹാസത്തോടെ കളിയാക്കി. അത് ഭവതിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ദേവന്മാർ പാരിജാത സൗരഭ്യവും താമ്പൂല ചർവണ സുഖവും മനുഷ്യരെ അനുഭവിക്കാൻ സമ്മതിക്കില്ല. സത്യഭാമയ്ക്ക് വാശി കയറി. അങ്ങനെയാണെങ്കിൽ ഞാനിത് ഏതു വിധത്തിലെങ്കിലും ഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അപ്പോൾ സത്യഭാമ വീണ്ടും പറഞ്ഞു, വെറ്റിലയോടും പാരിജാതത്തോടും എനിക്കൊരുപോലെ പ്രതിപത്തി തോന്നുന്നു. മഞ്ഞുപോലെ വെളുത്ത നനുത്ത കൊഞ്ചു പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഈ മരത്തിന്റെ പച്ചിലകൾ പോലും വെളുത്തു കാണുന്നു. ഇതിന്റെ ഒരു തൈയും വെറ്റിലയുടെ ഒരു കൊടിയും നമുക്ക് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം. ഭൂമിയിൽ മുഴുവൻ ഇവ സുഗന്ധവും രസവും പകരട്ടെ. കൃഷ്ണൻ ഉത്തരം പറയാതെ ചിരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. അത് അസാധ്യമാണെന്നാണ് കൃഷ്ണന്റെ ചിരിയുടെ അർത്ഥമെന്ന് സത്യഭാമയ്ക്കും മനസ്സിലായി. അന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ശചി ദേവി ഭാമാദേവിക്ക് താമ്പൂല ചർവണം ചവയ്ക്കാൻ കൊടുത്തു. ചവച്ചു തുപ്പിയ ശേഷം വായിൽ നിന്ന് അതിന്റെ സുഖകരമായ സ്വാദ് പോകാതെ ഭാമാദേവി ചോദിച്ചു, ശചി, എന്താണ് ഈ ഇലച്ചുരുൾ? ഇത് ചവയ്ക്കുമ്പോൾ അസാമാന്യമായ സുഖവും രസവും തോന്നുന്നുണ്ട്. ഇത് ഭൂമിയിൽ ചെന്നാലും അനുഭവിക്കണമെന്ന് തോന്നുകയാണ്. ശചിദേവി മറുപടി പറയാതെ പരുങ്ങി നിന്നു. അതെന്താണെന്ന് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ദേവസംഘത്തിന് മനസ്സില്ലെന്ന് ഭാമാദേവി കണ്ടുപിടിച്ചു. അതോടെ പാരിജാതത്തെയും വെറ്റിലക്കൊടിയെയും ഭൂമിയിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം ദേവിക്ക് വർദ്ധിക്കുകയും ചെയ്തു. കൃഷ്ണനും സത്യഭാമയ്ക്കും ഭൂമിയിലേക്ക് മടങ്ങിപ്പോവാനുള്ള ദിവസവും സമയവും വന്നു. ഭാമാദേവി ശചിദേവിയോട് പറഞ്ഞു, പാരിജാത വൃക്ഷത്തിന്റെ ഒരു തൈയും ഒരു വെറ്റിലക്കൊടിയും എനിക്ക് തരണം. ദ്വാരകയിൽ എന്റെ മന്ദിരത്തിന്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാനാണ്. ഈ പൂക്കളുടെ ദിവ്യസൗരഭ്യവും താമ്പൂലത്തിന്റെ ആസ്വാദ്യതയും എന്റെ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. ശചിദേവി ഉടനെ തന്നെ ദേവേന്ദ്രനെ വിവരം അറിയിച്ചു. ദേവേന്ദ്രൻ കോപിച്ചു. മനുഷ്യർക്ക് അത്യാഗ്രഹം വളരെ കൂടുതലാണ്. ഇവിടെ കൃഷ്ണനും പത്നിക്കും ദേവോചിതമായ സൽക്കാരം കൊടുത്തതും പോരാ, ഇവിടെയുള്ള മരങ്ങളും വള്ളികളും ചെടികളും അവർക്ക് ഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും വേണം അല്ലേ? എന്തായാലും ഞാനത് സമ്മതിക്കില്ല. കൃഷ്ണൻ സ്വഭാവേന ധിക്കാരിയും ദേവന്മാരെ വിലവെക്കാത്തവനുമാണെന്ന് ഗോവർദ്ധനഗിരി കയ്യിലെടുത്തു പിടിച്ച കാലത്ത് തന്നെ എനിക്ക് അറിയാവുന്നതാണ്. ഇതൊന്നും അറിയാത്ത പോലെ പോകാൻ പുറപ്പെട്ട സമയത്ത് കൃഷ്ണൻ നിഷ്കളങ്ക ഭാവത്തിൽ ദേവേന്ദ്രനോട് ചോദിച്ചു, ദേവാധിപതേ, പാരിജാതപ്പൂക്കൾ ഭാമയ്ക്ക് വളരെ ഇഷ്ടമായിരിക്കുന്നു. അതിന്റെ ഒരു തൈ തന്റെ മന്ദിരത്തിന്റെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കണമെന്നും എല്ലാ സമയത്തും അതിന്റെ സൗരഭ്യം അനുഭവിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നു. വെറ്റിലയുടെ രുചിയിലും അവൾക്ക് വളരെ പ്രീതി തോന്നുന്നുണ്ട്. ഒരു പാരിജാതത്തെയും ഒരു വെറ്റിലക്കൊടിയും കൊണ്ടുപോവാൻ കൊടുക്കുന്നതിന് അങ്ങേക്ക് ദയവുണ്ടാവണം. ദേവേന്ദ്രൻ മറുപടി പറയാതെ ക്രുദ്ധമായ മുഖഭാവത്തോടെ ഇരുന്നതേ ഉള്ളൂ. സ്വമനസാലെ ദേവരാജാവ് പാരിജാതത്തെയും വെറ്റിലക്കൊടിയും തരിയില്ലെന്ന് കൃഷ്ണന് മനസ്സിലായി. ഗോവിന്ദൻ അത് ഗൗനിക്കാതെ നന്ദനോദ്യാനത്തിലേക്ക് പോയി. പൂത്തു നിൽക്കുന്ന പാരിജാത വൃക്ഷം വേരോടെ പുഴക്കിയെടുത്തു. അതോടെ വെറ്റിലക്കൊടിയും വേരുകളറ്റു പോവാതെ ഒപ്പം പറഞ്ഞു പോന്നു. ദേവേന്ദ്രൻ തടഞ്ഞത് കൂട്ടാക്കാതെ ഗിരിധരനായ കൃഷ്ണൻ തയ്യും കൊടിയും കൂടി ഒന്നിച്ച് തേരിന്റെ മുൻവശത്ത് കുത്തന വച്ചു. ഭമാദേവിയെ വിളിച്ച് രണ്ടുപേരും കൂടി തേരിൽ കയറി ദാരുകൻ തേര് തെളിച്ചു തുടങ്ങി. അപ്പോഴേക്കും ദേവരാജന്റെ ആജ്ഞയനുസരിച്ച് എണ്ണമറ്റ ദേവന്മാർ തേര് തടഞ്ഞു. കൃഷ്ണൻ തന്റെ ഗദയുയർത്തി എല്ലാവരെയും തലയുടെ നേരെ നോക്കി ഒന്ന് വീശി. ദേവസൈനികന്മാരെല്ലാം ബോധം കെട്ട് വീണുപോയി. എതിർക്കാൻ ധൈര്യമില്ലാത്ത ദേവേന്ദ്രനും പിൻവാങ്ങി. ദ്വാരകയിലെത്തിയ ഉടൻ കൃഷ്ണൻ ഉലക്ക ചോദിച്ചുകൊണ്ടുവന്ന് നിലം കുഴിച്ചു. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് പാരിജാത വൃക്ഷം നട്ടുപിടിപ്പിച്ചു. കൂട്ടത്തിൽ വെറ്റിലക്കൊടിയും നട്ട് പാരിജാതത്തിന്മേൽ പടർത്തിവിട്ടു. പൂക്കളുടെ സൗരഭ്യവും താമ്പൂല രുചിയും ദ്വാരകാവാസികൾക്കും തുടർന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം കൃഷ്ണനും സത്യഭാമയും മൂലം ലഭിച്ചു. അതോടെ
ദേവലോകത്തിൽ സുരഭിലങ്ങളായ നനുത്ത വെള്ളപ്പൂക്കൾ നിറഞ്ഞ പാരിജാതവും കർപ്പൂരത്തിന്റെയും തുളസിയുടെയും മണവും രുചിയുമുള്ള വെറ്റിലക്കൊടിയും ഇല്ലാതെയായി. ഒരു തൈയും ഒരു കൊടിയും കൊടുക്കാൻ മടിച്ച ദേവേന്ദ്രന് മരവും കൊടിയും മുഴുവനും നഷ്ടപ്പെടുകയാണുണ്ടായത്. 30. സുഭദ്രാഹരണം. പാണ്ഡവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ അമ്മയോടും പത്നി ദ്രൗപദിയോടും ഒന്നിച്ച് സുഖമായി താമസിച്ചു. അക്കാലത്തൊരിക്കൽ അർജുനൻ ദേശയാത്ര നടത്തുന്നതിനിടയിൽ ബലഭദ്രന്റെയും കൃഷ്ണന്റെയും അനുജത്തി സുഭദ്രയെക്കുറിച്ച് കേൾക്കാനിടയായി. കൃഷ്ണൻ കൂടെ കൂടെ അച്ഛൻ പെങ്ങളെയും മക്കളെയും കാണാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിരുന്നുവെങ്കിലും രാജ്യഭരണം അപരിചിതമായിരുന്നതിനാൽ ക്ലിഷ്ടത തോന്നിയ യുധിഷ്ഠിര മഹാരാജാവിനെ മറ്റു 4 പാണ്ഡവന്മാരും ഓരോ വകുപ്പ് കൈകാര്യം ചെയ്ത് സഹായിക്കേണ്ടി വന്നിരുന്നതുകൊണ്ട് പാണ്ഡവന്മാർക്ക് ദ്വാരകയിലേക്ക് പോകാൻ സൗകര്യപ്പെട്ടിരുന്നില്ല. കൃഷ്ണന് ഒരു അനുജത്തി ഉണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിലും അവളുടെ കാര്യം പാണ്ഡവന്മാരാരും ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നാൽ എവിടെ ചെന്നാലും സുഭദ്രയുടെ ലാവണ്യം, ആയുധപ്രയോഗ ചാതുര്യം, കുതിരസവാരിയിലും തേർ തെളിക്കുന്നതിലുമുള്ള വൈദഗ്ധ്യം, ഗൃഹഭരണത്തിലും ആരാധ്യന്മാരായ ഋഷിമാരെയും അതിഥികളെയും ഉപചാരപൂർവ്വം പരിചരിക്കുന്നതിലുള്ള മിടുക്ക് എന്നിവയെ ജനങ്ങൾക്ക് പറയാനുള്ളൂവെന്ന് അർജുനൻ മനസ്സിലാക്കി. ബലഭദ്രന്റെ വെളുത്ത നിറവും കൃഷ്ണന്റെ മുഖശോഭയും അമ്മയായ ദേവകിയുടെ ഒതുങ്ങിയ ശരീരപ്രകൃതിയും എന്നുവേണ്ട സുഭദ്രയെക്കുറിച്ച് പറയുമ്പോൾ രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും ബ്രാഹ്മണർക്കും മുനിമാർക്കും 1000 നാവുണ്ടെന്ന് തോന്നി. അത്രയുമൊക്കെ കേട്ടപ്പോൾ അർജുനന് സുഭദ്രയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. ദുര്യോധനൻ തന്റെ മകൻ ദുർധരന്റെ വധുവാക്കാൻ വേണ്ടി സുഭദ്രയെ ചോദിച്ചിട്ടുണ്ടെന്നും ബലഭദ്രൻ പൂർണ്ണ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി അത് സമ്മതിച്ചിട്ടുണ്ടെന്നും കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ലെന്നു മാത്രമല്ല മൂളുക പോലും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ടാണ് വിവാഹനിശ്ചയം കഴിയാത്തതെന്നും കൂടി അതിനിടയിൽ അർജുനൻ കേട്ടു. അതോടെ അർജുനന് ഒരുതരം വാശി കയറി. സർവഗുണസമ്പന്നയായ ആ തരുണിയെ ദുഷ്ടനായ ദുര്യോധനന്റെ സ്നുഷയാക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടെന്ന് ധനഞ്ജയൻ തീരുമാനിച്ചു. ദുര്യോധനൻ വീണ്ടും വരുന്നതിന് മുൻപ് ചെന്ന് കൃഷ്ണന്റെ സഹായത്തോടെ സുഭദ്രയുമായി പരിചയവും സൗഹൃദവും തുടർന്ന് പ്രണയവും സമ്പാദിക്കണമെന്നായിരുന്നു അർജുനന്റെ വിചാരം. എന്നാൽ സ്വതവേയുള്ള വേഷഭൂഷകളോടെ ദ്വാരകയിൽ ചെന്നാൽ ഗദായുദ്ധത്തിൽ ദുര്യോധനന്റെ ഗുരുവായ ബലരാമൻ സുഭദ്രയെ തനിക്ക് ഒരിക്കലും വിവാഹം ചെയ്തു തരികയില്ലെന്നും അർജുനൻ അറിയായിരുന്നു. അതുകൊണ്ട് ദേശസഞ്ചാരത്തിനിടയ്ക്ക് പരിചയപ്പെട്ട വിശ്വഭിഷക് എന്ന ബ്രാഹ്മണകുമാരനെ കൃഷ്ണനുള്ള ഒരെഴുത്തും കൊടുത്ത് അർജുനൻ ദ്വാരകയിലേക്ക് അയച്ചു. തനിക്ക് സുഭദ്രയെ പരിണയിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നും അതിന് താൻ എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരണമെന്നുമായിരുന്നു കൃഷ്ണൻ അയച്ച എഴുത്തിലെ ഉള്ളടക്കം. 2 ദിവസത്തിനകം വിശ്വഭിഷക്ക് മറുപടിയും കൊണ്ടുവന്നു. അർജുനൻ സന്യാസി വേഷത്തിൽ വന്നാൽ മതിയെന്നും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ താൻ ശരിപ്പെടുത്തിക്കൊള്ളുമെന്നുമാണ് കൃഷ്ണൻ മറുപടിയിൽ എഴുതിയിരുന്നത്. അതുപ്രകാരം അർജുനൻ മുടിമേൽപോട്ടു കെട്ടി രുദ്രാക്ഷമാല ചുറ്റി കാവ്യവസ്ത്രമുടുത്ത് കാവ്യത്തുണി കൊണ്ടുള്ള ഉത്തരീയവുമിട്ട് മീശയും താടിയും വയറ്റത്തെ പൊക്കിളോളം നീളത്തിൽ വച്ചുകെട്ടി കൈകളിലും കഴുത്തിലും അരക്കെട്ടിലും കാലുകളിലും രുദ്രാക്ഷമാലയണിഞ്ഞ് ദേഹമാസകലം ഭസ്മവും ഹരിചന്ദനവും രക്തചന്ദനവും പൂശി ഉത്തമനായ സന്യാസിവര്യന്റെ ഭാവത്തിൽ ശിവനാമം ജപിച്ചുകൊണ്ട് മെതിയടികളിൽ കയറി പതുക്കെ നടന്ന് ദ്വാരകയിലെത്തി. വഴിയിൽ കണ്ടവരെല്ലാം യോഗിയെ വന്ദിച്ചു. പിശുക്കോ ക്ഷാമമോ കൂടാതെ യതിവര്യൻ നഗരവാസികളെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു. കപടസന്യാസിയായ ധനഞ്ജയൻ നാമം ജപിച്ചുകൊണ്ട് രാജധാനിയിലേക്ക് നടന്നു ചെന്നു. കാവൽക്കാർ യോഗിയെ ഭക്തിപൂർവ്വം വന്ദിച്ച് ഉഗ്രസേന രാജാവിന്റെ മുൻപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് സന്യാസിയെ പീഠം കൊടുത്തിരുത്തി കൈകൂപ്പി. സന്യാസിവര്യൻ കൈകൾ പൊക്കി രാജാവിനെ അനുഗ്രഹിച്ചു. രാജാവ് ബലരാമനെയും കൃഷ്ണനെയും വിളിപ്പിച്ചു. ഈ യതിവര്യനെ നമ്മൾ എവിടെ താമസിപ്പിക്കും? കൃഷ്ണൻ വിനയം ഭാവിച്ച് സന്യാസിയോട് ചോദിച്ചു. അങ്ങ് ഇവിടെ താമസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എത്ര കാലം അങ്ങേക്ക് ഇവിടെ താമസിക്കാൻ കഴിയും? അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതനുസരിച്ച് ഏർപ്പാടുകൾ ചെയ്യാലോ. കൃഷ്ണന്റെ കപട വിനയം കണ്ട് അർജുന സന്യാസി ചിരിയടക്കി. 3 മാസം ഇവിടെ ഭഗവദ്ധ്യാന നിരതനായി താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ആക്കാം. ബലരാമൻ തൊഴുതുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. സന്തോഷമേ ഉള്ളൂ. അങ്ങേക്ക് ആരുടെയും ശല്യമില്ലാതെ ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കാൻ അന്തഃപുരോധ്യാനങ്ങളിലുള്ള ഭവനം സൗകര്യപ്പെടുത്താം. അങ്ങയെ പരിചരിക്കാൻ ഞങ്ങളുടെ അനുജത്തി സുഭദ്രയെയും ഏൽപ്പിക്കാം. അവൾക്ക് ഋഷിമാരുടെ ദിനചര്യകളെല്ലാം അറിയാം. വേണ്ടതുപോലെ ശുശ്രൂഷിക്കാനും വശമുണ്ട്. കൃഷ്ണൻ ബലഭദ്രനെ ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി രഹസ്യമായി ചോദിച്ചു. ജ്യേഷ്ഠ, ഈ സന്യാസിയെ പരിചരിക്കാൻ സുഭദ്രയെ നിയോഗിക്കുന്നത് ശരിയാണോ? ഇദ്ദേഹം സന്യാസിയാണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ലല്ലോ. മാത്രമല്ല ചെറുപ്പക്കാരനുമാണ്. സുഭദ്രയാണെങ്കിൽ നിറഞ്ഞ താരുണ്യമുള്ള സുന്ദരിയും. തീയിനെടുത്ത് വെണ്ണ വെക്കുന്നത് പോലെ ആയിരിക്കില്ലേ ഇത്? ബലഭദ്രൻ കോപിച്ചു. കൃഷ്ണ, നിന്റെ മനസ്സ് ചീത്തയാണ്. മഹാന്മാരെക്കുറിച്ച് ദുശങ്കകൾ ഉണ്ടാകുന്നത് തന്നെ പാപമാണ്. ഇദ്ദേഹത്തെ പരിചരിക്കാൻ സുഭദ്ര ആയാലേ ശരിയാവൂ. താൻ എതിർത്തു പറഞ്ഞാലേ ജ്യേഷ്ഠൻ വിചാരിച്ചതുപോലെ നടത്തൂ എന്നറിയാവുന്നതുകൊണ്ടാണ് കൃഷ്ണൻ അഭിപ്രായ വ്യത്യാസം പുറപ്പെടുപ്പിച്ചത്. വാസുദേവൻ ഊറി വന്ന് ചിരിയടക്കി. ജ്യേഷ്ഠൻ പറയുന്ന പോലെ ആവാം. പക്ഷെ വല്ല കുഴപ്പവും വന്ന് പതിച്ച ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ലെന്ന് വരരുത്.
ബലഭദ്രൻ കൃഷ്ണന്റെ ദുശങ്കയെ വിലവച്ചില്ല. ഉഗ്രസേന രാജാവിന്റെ അനുമതിയോടെ അന്തപുരോദ്യാനത്തിലുള്ള ഭവനത്തിലേക്ക് സന്യാസി ശ്രേഷ്ഠനെ സ്വയം കൂട്ടിക്കൊണ്ടുപോയി. സുഭദ്രയെ വിളിച്ച് യോഗിക്ക് ഉചിതമായ പരിചര്യ നൽകണമെന്ന് പറഞ്ഞേൽപ്പിച്ചു. സന്യാസി വര്യനെ നമസ്കരിച്ചു. കൃഷ്ണനെയും സുഭദ്രയെയും കൊണ്ട് നമസ്കരിപ്പിച്ചു. നമസ്കരിച്ചെഴുന്നേറ്റ കൃഷ്ണന്റെ പുഞ്ചിരിയിലും മിഴികളിലും കുസൃതി കളിയാടുന്നുണ്ടായിരുന്നു. അർജുനന്റെ മറുപടി പുഞ്ചിരിയും സുഭദ്ര കണ്ടു. അതിനെന്തോ അർത്ഥമുണ്ടെന്ന് അവൾക്ക് തോന്നി. ആരായിരിക്കും ഈ സന്യാസി? ചെറിയ ജ്യേഷ്ഠനും സന്യാസിയും തമ്മിൽ പൂർവ്വ പരിചയം ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ കള്ളക്കളികൾ ഇതിലുണ്ട്. ഏതായാലും സന്യാസി ശ്രേഷ്ഠനെ ശുശ്രൂഷിക്കുന്നതിൽ സുഭദ്ര മുടക്കം വരുത്തിയില്ല. ഒരു ദിവസം സുഭദ്ര പതിവിലും കുറച്ചു നേരത്തെ സന്യാസിക്ക് കഴിക്കാനുള്ള പാലും പഴങ്ങളും പഴങ്ങൾ അരച്ച് മധുരം ചേർത്തുണ്ടാക്കിയ പഴസത്തും കൊണ്ട് യോഗി വസിക്കുന്ന ഭവനത്തിലേക്ക് ചെന്നു. അപ്പോൾ അവൾ കണ്ട കാഴ്ച ആദ്യം ജനിച്ച ശങ്കയ്ക്ക് ഊന്നൽ കൊടുത്തു. സന്യാസി താടിയും തലമുടിയും അഴിച്ചുവെച്ച് പര്യങ്കത്തിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. നേരം പുലർന്ന ഉടൻ കൃഷ്ണനും രാമനും ഉഗ്രസേന മഹാരാജാവും അന്തഃപുര സ്ത്രീജനങ്ങളും വന്ന് യോഗിയെ വന്നിച്ചു പോയാൽ പിന്നെ അന്നത്തെ ദിവസം സുഭദ്രയല്ലാതെ മറ്റാരും അവിടേക്ക് പോവാറില്ല. ഭക്തജനങ്ങളുടെ തിരക്കു കഴിഞ്ഞ് എല്ലാവരും പോയി അർജുനൻ താടിയും മുടിയും അഴിച്ചുവെച്ച് കുറേ നേരം സ്വസ്ഥായിട്ടിരിക്കുക പതിവുണ്ട്. സുഭദ്ര വരുന്ന സമയമാകുമ്പോഴേക്കും വീണ്ടും താടിയും മുടിയും കെട്ടി ഒരുങ്ങിയിരിക്കും. എന്നാൽ അന്ന് സുഭദ്രയുടെ വരവ് കുറച്ചു നേരത്തെ ആയതുകൊണ്ട് അർജുനന് സന്യാസി വേഷം ധരിക്കാൻ സമയം കിട്ടിയില്ല. സുഭദ്ര ക്ഷണസമയം അമ്പരന്നു നിന്നു. കയ്യിൽ നിന്ന് പാത്രങ്ങൾ വീണു പോവാതെ അവൾ ശ്രദ്ധിച്ചു. എന്നിട്ടും പാൽക്കിണ്ടിയുടെ അടപ്പ് താഴെ വീണ് ചില്ലും എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഉരുണ്ടു. ശബ്ദം കേട്ട് അർജുനൻ ഞെട്ടി എഴുന്നേറ്റു. പാദസരങ്ങളും വളകളും കിലുക്കി ഒച്ചയുണ്ടാക്കാതെ മനസ്സിരുത്തിക്കൊണ്ടാണ് സുഭദ്ര സാധാരണയായി വരാറുള്ളത്. യോഗിയുടെ സാധനയ്ക്ക് ഭംഗം വരുത്തിക്കൂടല്ലോ. എന്നാൽ ഇപ്പോൾ അവൾ അറിയാതെ പാത്രത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. പര്യങ്കത്തിൽ എഴുന്നേറ്റിരുന്ന് അർജുനൻ സുഭദ്രയോട് പറഞ്ഞു, ഏതായാലും കപട സന്യാസിയുടെ പ്രച്ഛന്നവേഷം കുമാരി കണ്ടുപിടിച്ചുവല്ലോ. ഇനി ഞാൻ സത്യം പറയാം. ഞാൻ അർജുന പാണ്ഡവനാണ്. ഭവതിയെ കാണാനും സംസാരിക്കാനും പ്രണയം നേടാനും ഈ വഴിയാണ് നല്ലതെന്ന് കൃഷ്ണൻ പറയുകയാലാണ് സന്യാസി വേഷം കെട്ടി ഇങ്ങോട്ട് വന്നത്. ഭവതിയെ കാണാനും സംസാരിക്കാനും എനിക്ക് സാധിച്ചു. അസാധാരണമായ രൂപലാവണ്യവും ശബ്ദമാധുര്യവും കൊണ്ട് ഭവതി എന്നെ മോഹിപ്പിച്ചിരിക്കുന്നു. ഇനി ഭവതിയുടെ മനസ്സറിയേ വേണ്ടൂ. ഭവതിക്ക് എന്നെ ഇഷ്ടാണോ? പറയൂ. സുഭദ്ര മറുപടിയൊന്നും പറയാതെ തല കുനിച്ച് പാത്രങ്ങൾ നിലത്തുവെച്ച് സന്യാസിക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് ആവണിപ്പലക എടുത്തുവെച്ച് പെട്ടെന്ന് ഓടിമറഞ്ഞു. എന്നാൽ അവളുടെ ചുവന്ന ചുണ്ടുകൾ ഒരു ഗൂഢസ്മിതത്താൽ തുടുത്തിരുന്നു. അർജുനൻ അത് കാണുകയും ചെയ്തു. അവളുടെ മനോഭാവം അറിയാൻ ആ മന്ദസ്മിതം മതിയായിരുന്നു അർജുനന്. ദിവസങ്ങൾക്കുള്ളിൽ അർജുനനും സുഭദ്രയും പരസ്പരം പ്രേമബദ്ധരായി. രണ്ടുപേർക്കും അവനവന്റെ മനോരഥം തുറന്നു പറയാമെന്നായി. ദുര്യോധനന്റെ മകനെ വരിക്കാൻ സുഭദ്രയ്ക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വലിയ ജ്യേഷ്ഠനെ ഭയപ്പെട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. അർജുനന്റെ വീര്യവും വിക്രമവും രൂപഭംഗിയുമെല്ലാം കൃഷ്ണൻ പറഞ്ഞുകേട്ട് അവൾക്ക് മുമ്പേ തന്നെ അറിയായിരുന്നു. ധനഞ്ജയൻ ഭർത്താവായി വന്നാൽ കൊള്ളാമെന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ചെറിയ ജ്യേഷ്ഠന്റെ ഉറ്റ സുഹൃത്താണ് അർജുനൻ എന്ന് അറിഞ്ഞിട്ടും തുറന്നു പറയാൻ കന്യകാസഹജമായ ലജ്ജ അവളെ അനുവദിച്ചില്ല. അർജുനനെക്കുറിച്ച് താൻ വല്ലതും പറയുമ്പോൾ സുഭദ്ര ശ്രദ്ധിച്ചു കേൾക്കുന്നത് കൃഷ്ണനും ശ്രദ്ധിച്ചിരുന്നു. അവളുടെ മുഖം ലജ്ജ കൊണ്ടും അനുരാഗം കൊണ്ടും തുടുക്കുന്നതും കൃഷ്ണൻ അറിയാമായിരുന്നു. എന്നിട്ടും അവൾ കൃഷ്ണനോടൊന്നും പറഞ്ഞില്ല. കൃഷ്ണൻ തനിക്ക് അനുകൂലമായി ചുറ്റുപാടുകൾ ഉണ്ടാക്കിത്തരുമെന്ന് അവൾ വിശ്വസിച്ചു. അക്കാലത്താണ് രൈവതക പർവ്വതത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടാൻ തീരുമാനിച്ചത്. ദ്വാരകയിൽ നിന്ന് അല്പം ചില സൈനികന്മാരും പാചകക്കാരും ദാസിമാരും ഒഴിച്ച് എല്ലാവരും രൈവതക പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. സന്യാസി വര്യനെ പരിചരിക്കാൻ സുഭദ്രയല്ലാതെ മറ്റാരും അയാൾ ശരിയാവില്ല. വെറുമൊരു ദാസിയെ കൊണ്ട് യോഗിയുടെ പരിചര്യകൾ ചെയ്യിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സുഭദ്ര ഇവിടെ നിൽക്കട്ടെ എന്ന് ബലരാമൻ കൽപ്പിച്ചു. കൃഷ്ണൻ ജ്യേഷ്ഠന്റെ അഭിപ്രായത്തോട് യോജിച്ചില്ല. അത് ശരിയല്ല ജ്യേഷ്ഠ. ഇവിടെ യുവസന്യാസിയും സുഭദ്രയും മാത്രമായിരിക്കുമല്ലോ. അന്തപുരത്തിൽ പോലും സുഭദ്രയുടെ സഖിമാരും ദാസിമാരും ഉണ്ടാവുമെങ്കിലും അമ്മമാരും നമ്മുടെ പത്നിമാരുമെല്ലാം ഉത്സവത്തിന് പോവുമല്ലോ. ബലഭദ്രൻ കുപിതനായി. കൃഷ്ണ, ഈ സന്യാസി ശ്രേഷ്ഠൻ ഇവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ അനുചിതമോ അകുലീനമോ ആയ യാതൊരു പെരുമാറ്റവും മഹാത്മാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എപ്പോഴും ഭഗവദ്ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പിക്കൊടുക്കുന്ന സുഭദ്രയെ കണ്ണുയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാത്മാവായ അദ്ദേഹത്തെ ദുശങ്കയോടെ വീക്ഷിക്കുന്ന നിന്റെ മനസ്സ് കൽമഷവും ദൂഷ്യവും നിറഞ്ഞതാണ്. നീ ഈ ദുശങ്ക വെടിയാതിരുന്നാൽ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും സുഖം ഉണ്ടാവില്ല. ജ്യേഷ്ഠന്റെ തത്വപ്രഭാഷണം കൃഷ്ണൻ പുഞ്ചിരി അടക്കി ഗൗരവഭാവത്തിൽ കേട്ടു. താൻ തെറ്റുകാരനാണെന്ന് മൗനം കൊണ്ട് സമ്മതിച്ച ഭാവത്തിൽ എല്ലാവരോടുമൊപ്പം രൈവതക പർവ്വതത്തിലേക്ക് പോവുകയും ചെയ്തു. പോകുന്നതിന് മുൻപ് വാസുദേവൻ സുഭദ്രയോട് ആരും കേൾക്കാതെ പറഞ്ഞു, വഴി തുറന്നു കണ്ടാൽ അതിലൂടെ ചരിക്കാൻ മടിക്കരുത്. ഒരുപക്ഷെ സ്വന്തം കഴിവുകൾ മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. എന്നാലും പിന്മടങ്ങരുത്. അർജുനനോടും വാസുദേവകൃഷ്ണൻ ഇതേ കാര്യം ഗോപ്യമായി പറഞ്ഞു. സുഭദ്രയ്ക്കും അർജുനനും കൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തു. രൈവതക പർവ്വതത്തിലെ ഉത്സവം 7 ദിവസത്തേക്കുണ്ട്. ധാരാളം സമയമുണ്ടെങ്കിലും പോകാൻ വൈകിക്കാതെ ഇരിക്കുന്നതാവും സുരക്ഷിതമെന്ന് അർജുനൻ നിശ്ചയിച്ചു. സുഭദ്രയോട് അത് പറഞ്ഞപ്പോൾ അവൾക്കും അതേ അഭിപ്രായമായിരുന്നു. സുഭദ്ര ഒരു തേരൊരുക്കി നിർത്താൻ ഒരു സൈനികനോട് പറഞ്ഞു. ഞാൻ കുറച്ചുനേരം നഗരത്തിലെ നിരത്തുകളിലൂടെ തേരോടിച്ച് രസിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അന്തപുരത്തിനുള്ളിൽ ആരും ഒരു വാക്കും മിണ്ടാനില്ലാതിരുന്ന് മടുത്തു. വേഗമുള്ള 2 കുതിരകളും നല്ലൊരു തേര് ഒരുക്കണം. സുഭദ്രയുടെ സൂത്രം മനസ്സിലാക്കാത്ത സൈനികൻ രാജകുമാരി കൽപ്പിച്ച പോലെ നല്ലൊരു തേര് ഒരുക്കി നിർത്തി. സുഭദ്ര അർജുനനെ പതുക്കെ ചെന്ന് വിളിച്ചു. അങ്ങ് തേരിൽ കയറിയിരിക്കൂ. എനിക്ക് തേരോടിക്കാൻ അറിയാം. ഞാൻ വേഗം തേര് തെളിച്ചോളാം.
അർജുനൻ ഭാണ്ഡമെടുത്ത് തേരിൽ കയറി. ഭാണ്ഡം കെട്ടഴിച്ച് ഗാണ്ഡീവം എന്ന തന്റെ വില്ലും ആവനാഴിയും എടുത്തു. വേണ്ടി വന്നാൽ അമ്പ് തൊടുക്കാൻ ഒരുങ്ങിയിരിപ്പായി. സുഭദ്ര തേരോടിച്ച് ഗോപുരവാതിൽക്കലെത്തിയപ്പോഴേക്കും കാവലിന് നിർത്തിയിരിക്കുന്ന സൈനികന്മാർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. 2-2.5 മാസമായി ഉദ്യാനസൗധത്തിൽ താമസിക്കുന്ന സന്യാസി വില്ലും അമ്പും പിടിച്ച് തേരിലിരിക്കുന്നു. രാജകുമാരി അതിവേഗത്തിൽ തേർ തെളിക്കുന്നു. മാത്രമല്ല, വലത്തോട്ട് വീഥികളുടെ നേരെയല്ല തേർ പോകുന്നത്, ഇടത്തോട്ട് പുറം രാജ്യങ്ങളിലേക്കുള്ള പാതയിലൂടെയാണ്. ഇത് ശരിയല്ലെന്ന് അവരിൽ ചിലർക്ക് തോന്നി. അവർ മറ്റു ഭടന്മാരോട് പറഞ്ഞു. കുറെ പേർ കുതിരപ്പുറത്ത് കയറി തേരിനെ പിന്തുടർന്നു. ഒരു ഭടൻ ഏകദേശം അടുത്തെത്തിയെന്ന് കണ്ടപ്പോൾ അർജുനൻ കുതിരയുടെ മുൻകാലിന്മേലേക്ക് അൻപയച്ചു. കുതിര ഇടറി വീണു. ഭടനും താഴെ വീണു. മറ്റു ഭടന്മാരെയും മുറിവേൽപ്പിക്കാതെ അർജുനൻ തുരത്തി ഓടിച്ചു. തേർ വളരെ വേഗത്തിൽ മുൻപോട്ടോടി ഭടന്മാരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു. അവർ എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം നിന്നു. പിന്നീടൊരു ഭടന് ഒരു ബുദ്ധി തോന്നി. നമുക്ക് ഉടൻ രൈവതക പർവ്വതത്തിലേക്ക് പോയി മഹാരാജാവിനെയും യുവരാജാവിനെയും രാജകുമാരനെയും വിവരമറിയിക്കാം. 2-3 പേർ കുതിരപ്പുറത്ത് കയറി രൈവതക പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. രൈവതക പർവ്വതത്തിൽ ഉത്സവാഘോഷങ്ങൾ പൊടിയായിരുന്നു. എണ്ണമറ്റ ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. ഉത്സവത്തിലെ പല പല കാഴ്ചകളിലാണ് എല്ലാവരുടെയും നോട്ടം. ഉയർന്ന മഞ്ചത്തിന്മേൽ ഉഗ്രസേന മഹാരാജാവും കുടുംബാംഗങ്ങളും ഇരിക്കുന്നുണ്ട്. ഭടൻ അടുത്തു ചെന്ന് രാമനെ വണങ്ങി. യുവരാജാവെ, സുഭദ്രകുമാരിയെ ആ സന്യാസി തട്ടിക്കൊണ്ടുപോയി. കുമാരിക്കും ഇഷ്ടപ്പെട്ടിട്ടു തന്നെയാണ് അവർ പോയതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കുമാരിയാണ് തേര് തെളിച്ചിരിക്കുന്നത്. സന്യാസി തേരിലിരിക്കുന്നതേയുള്ളൂ. പിന്തുടർന്നു ചെന്ന ഞങ്ങളെയെല്ലാം അമ്പെയ്തും കുതിരകളെ വീഴ്ത്തിയും അയാൾ ഞങ്ങളെ പിന്തിരിപ്പിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇവിടെ വിവരമറിയിക്കാമെന്ന് വെച്ച് വന്നതാണ്. ബലരാമന് വല്ലാത്ത കോപം വന്നു. എന്ത്, ഒരു പെൺകുട്ടിക്ക് ഇത്രയും ധിക്കാരോ? ആ സന്യാസി ആരാണാവോ? വില്ലാളിയാണെന്ന് തീർച്ചയായി. എന്നാൽ ദരിദ്രനായ ഒരു സന്യാസിയുടെ കൂടെ പോയാൽ എന്റെ കൊച്ചനുജത്തിക്ക് എന്തു ഭാവിയുള്ളത്? നിങ്ങളെല്ലാരും കൂടി ശ്രമിച്ചിട്ടും അയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? നിങ്ങളെ എന്തിനു കൊള്ളാം? അപ്പോൾ ഭടന്മാരിൽ ഒരാൾ പറഞ്ഞു. യുവരാജാവേ, ആ സന്യാസി സാധാരണക്കാരനല്ല. അയാൾ 2 കൈകൊണ്ടും ഒപ്പം അമ്പയച്ചായിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് സന്യാസി ആരാണെന്ന് ബലഭദ്രന് മനസ്സിലായി. അർജുനൻ. 2 കൈകൾ കൊണ്ട് അമ്പയ്യാൻ കഴിവുള്ള ഒരേ ഒരു സവ്യസാചിയെ ലോകത്തുള്ളൂ. 10 പേരുകളിൽ അറിയപ്പെടുന്ന പാർത്ഥപാണ്ഡവൻ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ ഇക്കാര്യം ആദ്യം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. കൃഷ്ണന്റെ പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളും അർജുനനും സുഭദ്രയ്ക്കും ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ്. രാമൻ കൃഷ്ണന്റെ നേർക്ക് തീക്ഷ്ണമായ ഒരു നോട്ടം അയച്ചു. കൃഷ്ണ, നീയാണോ അർജുനനെ സന്യാസി വേഷം കെട്ടിച്ച് ദ്വാരകയിൽ പാർപ്പിച്ച് സുഭദ്രയെ വശീകരിച്ച് അപഹരിച്ചു കൊണ്ടുപോകാൻ ഇടവരുത്തിയത്? സത്യം പറയൂ. എന്റെ പ്രിയ ശിഷ്യൻ ദുര്യോധനന്റെ മകൻ ദുർധരന് സുഭദ്രയെ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നതാണ്. നീ നിമിത്തം എനിക്ക് വാക്ക് മാറ്റേണ്ടി വന്നിരിക്കുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിന്റെ കള്ളത്തരം സൂത്രപ്പണി എനിക്ക് അറിയാവുന്നതല്ലേ? കൃഷ്ണൻ നിഷ്കളങ്ക ഭാവത്തിൽ മറുപടി പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല ജ്യേഷ്ഠ. സന്യാസിയെ പരിചരിക്കാൻ സുഭദ്രയെ നിയോഗിക്കരുതെന്ന് ഞാൻ ജ്യേഷ്ഠനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ? നമ്മൾ ഇങ്ങോട്ട് ഉത്സവത്തിന് പോരുമ്പോഴും യുവസന്യാസിയെയും സുഭദ്രയെയും വിട്ടുപോരുന്നത് ഭംഗിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ജ്യേഷ്ഠൻ ഒന്നും കാര്യമാക്കിയില്ല. ഇപ്പോൾ എന്നെ ശകാരിച്ചിട്ടെന്ത് കാര്യം? സന്യാസി അർജുനനാവാം, അല്ലായിരിക്കാം. ഏതായാലും നമ്മുടെ അനുജത്തി സ്വയം തിരഞ്ഞെടുത്ത വരനാണല്ലോ. സ്വയംവര സദസ്സിൽ വെച്ചല്ലെന്ന് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ സന്യാസിയോ രാജാവോ ബ്രാഹ്മണനോ വൈശ്യനോ ശൂദ്രനോ ആരോ ആവട്ടെ, നമുക്ക് ആ വിവാഹം അംഗീകരിക്കാനേ നിർവാഹമുള്ളൂ. ജ്യേഷ്ഠൻ തന്നെ ഓരോന്ന് വരുത്തി കൂട്ടിയിട്ട് എന്നെ ശകാരിക്കുകയാണ്. ബലഭദ്രൻ ഉത്തരവുണ്ടായില്ല. അദ്ദേഹം ഉഗ്രസേന രാജാവിനെയും വസുദേവൻ ദേവകി മുതലായവരെയും സുഭദ്രയുടെ സാഹസിക കർമ്മത്തെക്കുറിച്ചും സന്യാസി വേഷം കെട്ടി ചതിക്കാൻ വന്ന പുരുഷൻ അർജുനനായിരിക്കുമെന്ന തന്റെ വിശ്വാസത്തെപ്പറ്റിയും അറിയിച്ചു. ബലരാമനെ പോലെ അവരാരും കോപിച്ചില്ല. ഉഗ്രസേന രാജാവ് പുഞ്ചിരിയോടെ തലകുലുക്കിയതേയുള്ളൂ. വസുദേവൻ, എന്തായാലും മോശക്കാരനായ ഒരാളിൽ എന്റെ മകളുടെ മനസ്സ് പതിയെയില്ലെന്ന് തീർച്ചയാണ്. അത് അർജുനൻ തന്നെ ആയിരിക്കാനാണ് വഴി. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം സുഭദ്രയ്ക്ക് കിട്ടാനുണ്ടോ? അവർ സുഖായിരിക്കട്ടെ. സമുഹൂർത്തം നോക്കി നമുക്ക് വിവാഹം നടത്തിക്കൊടുക്കാം. ദേവകിയും ഭർത്താവിനോട് യോജിച്ചു. രാമന് പിന്നീടൊന്നും പറയാനുണ്ടായില്ല. രൈവതക പർവ്വതത്തിലെ ഉത്സവം കഴിഞ്ഞ് ദ്വാരകയിൽ മടങ്ങിയെത്തിയ ഉടൻ കൃഷ്ണൻ ദൂതനെ അയച്ച് അർജുനനെയും സുഭദ്രയെയും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വരുത്തി. മംഗളമുഹൂർത്തത്തിൽ അവരുടെ വിവാഹം നടത്തി. കൃഷ്ണന് അർജുനൻ പ്രിയപ്പെട്ട സുഹൃത്ത് മാത്രമല്ല, പ്രിയ സഹോദരിയുടെ ഭർത്താവ് കൂടിയായി. അവരുടെ സൗഹൃദത്തിന് ഇഴുക്കം കൂടി. 31. ബലഭദ്രനും ഗോകുലയാത്രയും രുക്മിവധവും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബലരാമന് ഒരാശ തോന്നി. ജനനം മുതൽ കൗമാരപ്രായം കഴിയുവോളം കളിച്ചും ചിരിച്ചും കഴിഞ്ഞുകൂടിയ വൃന്ദാവനം ഒന്ന് സന്ദർശിക്കണം. നന്ദഗോപനെയും യശോദയെയും കാണണം. ഗോപകന്യകമാരോടൊപ്പം കളിച്ചു ചിരിച്ച് രസിക്കണം. യമുനാ നദിയിലെ നീലജലത്തിൽ മതിവരുവോളം നീന്തി കുളിക്കണം. മധുകവൃക്ഷത്തിൽ നിന്ന് ഒഴുകിവരുന്ന മധുരമദ്യം ആവുന്നത്ര കഴിച്ച് ലഹരിയിൽ മുഴുകണം. മധുരാപുരത്തിൽ നിന്ന് കിട്ടുന്ന മദ്യത്തിന് മധുകവൃക്ഷത്തിൽ നിന്നൊഴുകുന്ന തേൻ പോലെ മധുരിക്കുന്നതും സുഖകരമായ ലഹരി ഞരമ്പുകളിൽ പടർത്തുന്നതുമായ മധുരയുടെ രസമില്ല. എല്ലാം ആലോചിച്ചപ്പോൾ ബലദേവൻ ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. കൃഷ്ണനെ വിളിച്ചു ചോദിച്ചു. കൃഷ്ണ, കുറച്ചുകാലം വൃന്ദാവനത്തിൽ പോയി വിനോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സുഖകരമായ ബാല്യം ഓർമ്മ വരുന്നു. ഗൃഹാതുരത്വം എന്നെ പിടികൂടുന്നു. കൃഷ്ണ, നീയും വരൂ. നമുക്ക് ഒരിക്കൽ കൂടി ബാല്യം അനുഭവിക്കാം. കൃഷ്ണൻ തലയാട്ടി.
വേണ്ട ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ പോയി വരൂ. എനിക്കിവിടെ പല ഭാരങ്ങളും കൈയാളേണ്ടതുണ്ട്. മുത്തച്ഛൻ രാജ്യഭരണത്തിൽ നിന്ന് മിക്കവാറും വിരമിച്ച മട്ടാണ്. ജ്യേഷ്ഠനാണെങ്കിൽ രാജ്യകാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും താല്പര്യവും ഇല്ലതാനും. പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോയാൽ ശരിയാവില്ല. ജ്യേഷ്ഠൻ ഏതായാലും പുറപ്പെട്ടുവല്ലോ. പോയി കുറച്ച് ദിവസം സുഖമായി താമസിച്ചു വരൂ. അച്ഛനും അമ്മയ്ക്കും എന്നെ കാണുന്നതത്ര സന്തോഷം ജ്യേഷ്ഠനെ കണ്ടാലും ഉണ്ടാവും. കൃഷ്ണന്റെ അഭിപ്രായം കേട്ടപ്പോൾ രാമൻ പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല. തേരുവരുത്തി മിടുക്കനായ ഒരു സാരഥിയെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. വൃന്ദാവനത്തിൽ ചെന്ന് പഴയ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ട് ബലരാമൻ കുശലാന്വേഷണം നടത്തി. ഗോപന്മാരും ഗോപികമാരും രാമനോട് ചോദിച്ചു, കൃഷ്ണന് സുഖല്ലേ? നന്ദകുമാരന് ആരോടും വിശേഷിച്ച് സ്നേഹമില്ല. അന്ന് കുറച്ചുകാലം ഞങ്ങളോടൊക്കെ സ്നേഹം നടിച്ചിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ മധുരയിലുള്ളവരോട് വിദ്യാഭ്യാസമില്ലാത്ത ഞങ്ങളുടെ അറിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കായിരിക്കും. പരിഹസിക്കാനാണെങ്കിലും ഞങ്ങളെ ഓർത്താൽ മതിയെന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. അമ്മയെ കാണാനെങ്കിലും കൃഷ്ണൻ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നൂടെ? കൃഷ്ണന് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃഷ്ണനെയും വേണ്ട. പക്ഷേ കൃഷ്ണന്റെ അമ്മയ്ക്ക് അങ്ങനെ വിചാരിക്കാൻ വയ്യല്ലോ. മകനെ വിചാരിച്ച് എപ്പോഴും ഉരുകാണ് ആ അമ്മ. ഇനി ഒരിക്കലും കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ കിട്ടുമെന്ന് ഗോകുലത്തിൽ ആരും വിചാരിക്കുന്നില്ല. കൃഷ്ണൻ പറഞ്ഞയച്ച ശാന്തി സന്ദേശം രാമൻ യശോദയെയും നന്ദഗോപനെയും രാധയെയും മറ്റുള്ള ഗോപന്മാരെയും ഗോപികമാരെയും കേൾപ്പിച്ച് സമാധാനിപ്പിച്ചു. മഹാവിഷ്ണുവിന്റെ ശയ്യയായ അനന്തന്റെ അവതാരമായിരുന്നു ബലഭദ്രൻ. അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മധുരമദ്യം കഴിച്ചു തുടങ്ങിയിരുന്നു. പാലാഴി കടയുമ്പോൾ ജനിച്ച വാരുണി ദേവിയാണ് മദ്യത്തിന്റെ അതിദേവത. അനന്തന് വാരുണി മദ്യം വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ വാരുണിയെ വിളിച്ചു പറഞ്ഞു, നിന്നെ അനന്തന് വലിയ ഇഷ്ടമാണല്ലോ. നിന്നെ കൂടാതെ കഴിയേണ്ടി വരുന്നതിൽ അനന്തന്റെ അവതാരവും കൃഷ്ണന്റെ ജ്യേഷ്ഠനുമായ ബലരാമന് വലിയ പ്രയാസമുണ്ട്. നീ വൃന്ദാവനത്തിൽ ചെന്ന് അമൃത് പോലെയുള്ള തേൻ അദ്ദേഹത്തിന് കൊടുക്കണം. വാരുണി അതനുസരിച്ച് വൃന്ദാവനത്തിലെ മധുക വൃക്ഷത്തിന്റെ പൊത്തിൽ താമസമാക്കി. കൃഷ്ണനും രാമനും ഗോപന്മാരും കാട്ടിൽ നടക്കുമ്പോൾ വാരുണി മധുവിന്റെ നല്ല മണം വന്നു. ആ മധു കുടിക്കാൻ ബലരാമൻ ആശയുണ്ടായി. കൃഷ്ണൻ അതറിഞ്ഞ് രാമനെ മധുക വൃക്ഷത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മരപ്പൊത്തിൽ നിന്ന് ഒഴുകി വന്ന വാരുണി മധു ഗോപന്മാർ കുടങ്ങളിൽ നിറച്ച് രാമന് കൊണ്ടുപോയി കൊടുത്തു. അത് കുടിച്ചു ശീലിച്ച രാമന് മധുരയിലെ മദ്യത്തിന് സ്വാദില്ലെന്ന് തോന്നി. പഴയ സുഹൃത്തുക്കളെ കാണുക മാത്രമായിരുന്നില്ല രാമൻ ഗോകുലത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശ്യം. വാരുണി മദ്യം കുറച്ചെങ്കിലും സേവിച്ചില്ലെങ്കിൽ തനിക്ക് ഉന്മേഷം നിലനിർത്താൻ കഴിയുകയില്ലെന്ന് രാമന് തോന്നി. യമുനാ നദീതീരത്തു നിന്ന് അല്പമകലെ കാട് തുടങ്ങുന്ന സ്ഥലത്ത് ഗോപന്മാരും ഗോപസ്ത്രീകളും കുടങ്ങളിൽ നിറച്ചു വെച്ചു കൊണ്ടുവരുന്ന വാരുണി മധു രാമൻ മതിയാകുവോളം കുടിച്ചു. ദേഹമാസകലം വിയർപ്പ് പൊടിഞ്ഞു. രാമന് ഒന്ന് കുളിക്കണമെന്നായി. രാമൻ യമുനാ നദിയെ വിളിച്ചു, യമുനെ, നീ ഇങ്ങോട്ട് വാ, എനിക്ക് കുളിക്കണം. അത്ര ദൂരം നടക്കാൻ വയ്യ, കാലുകൾ കുഴയണു. നീ ഇങ്ങോട്ട് ഒഴുകി വാ, ഞാൻ നിന്റെ വെള്ളത്തിൽ മുങ്ങട്ടെ. ബലഭദ്രൻ പറഞ്ഞത് കേട്ടുവെങ്കിലും വാരുണി മധു സേവിച്ച് സുബോധമില്ലാതെ പുലമ്പുന്നത് വിലവെക്കേണ്ടെന്ന് കരുതി യമുനാ നദി മുമ്പത്തെ പോലെ തന്നെ ഒഴുകി. രാമന് ദേഷ്യം വന്നു. തന്റെ ആയുധമായ കലപ്പയെടുത്ത് അതിനെ മുന യമുനാ നദിയിലേക്കിട്ട് പിടിച്ചു വലിച്ചു. ഞാൻ വിളിച്ച നിനക്ക് വരാൻ വയ്യ അല്ലേ? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. നിനക്ക് എന്റെ ബലവും വീര്യവും അറിഞ്ഞൂടാ. നിന്നെ 1000 കൊച്ചു പുഴകളാക്കാൻ എനിക്ക് ഈ കലപ്പ മതി. രാമൻ കലപ്പയിട്ട് വലിച്ചപ്പോൾ യമുനാ നദിക്ക് രാമന്റെ കൈകൾക്ക് എത്തുന്ന ഇടത്തുകൂടി ഒഴുകേണ്ടി വന്നു. ഗതിമാറി ഒഴുകിയ യമുനാ നദിയിൽ രാമൻ സുഖമായി കുളിച്ചു. പുഴയെ ഗതിമാറ്റി ഒഴുക്കാൻ കഴിവുള്ള രാമന്റെ മുൻപിൽ ശ്രീ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് രത്നങ്ങൾ പതിച്ച 2 സ്വർണ്ണകുണ്ടലങ്ങളും വരുണ ഭഗവാന്റെ സമ്മാനമായി ഒരിക്കലും വാടാത്ത താമരപ്പൂക്കൾ സ്വർണ്ണനൂലിന്മേൽ കോർത്ത ഒരു മാലയും മുഷിഞ്ഞ് നിറം മങ്ങാത്തവയും വേണമെന്നുണ്ടെങ്കിൽ തീയിലിട്ട് അലക്കിയെടുക്കാവുന്നവയുമായ 2 നീലപ്പട്ടുകളും കൊടുത്തു. കുറെ ദിവസം കൂടി വൃന്ദാവനത്തിൽ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് താമസിച്ച ശേഷം ബലരാമൻ മധുരയിലേക്ക് മടങ്ങി. വേരോടെ പുഴക്കിയെടുത്ത മധുക വൃക്ഷവും രാമൻ കൊണ്ടുപോയിരുന്നു. ഇഷ്ടം പോലെ വാരുണി മധു സേവിച്ച് രേവതിയോടൊപ്പം സുഖമായി ജീവിച്ച രാമന് വിശലൻ, ഉൽമുഖൻ എന്നീ 2 പുത്രന്മാർ ജനിച്ചു. കുറച്ചു കാലത്തിനു ശേഷം കൃഷ്ണന്റെ മകൻ പ്രദ്യുമ്നന് രുക്മവതിയിൽ അനിരുദ്ധൻ എന്നൊരു മകൻ ജനിച്ചു. സുന്ദരനും യോദ്ധാവുമായ അനിരുദ്ധന് തന്റെ മകന്റെ മകൾ രോചനയെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് രുക്മിക്ക് ആഗ്രഹമുണ്ടായി. അയാൾ ദ്വാരകയിൽ വന്ന് മകൾ രുക്മവതിയോടും അനുജത്തി രുക്മിണിയോടും തന്റെ ആശ അറിയിച്ചു. അവർക്ക് അതിൽ വലിയ സന്തോഷമുണ്ടായി. വിവാഹം രുക്മിയുടെ കുണ്ടിനപുരിയിൽ വെച്ച് ആഘോഷപൂർവ്വം നടത്താൻ തീരുമാനിച്ചു. ദ്വാരകയിലുള്ളവരെല്ലാം കുണ്ടിനപുരിയിൽ പോയി. വിവാഹാഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാലോചിതനായ രുക്മി എല്ലാവരോടുമായി അപേക്ഷിച്ചു, നമ്മളിപ്പോൾ 3 തലമുറകളായി ബന്ധുക്കളാണ്. നിങ്ങളിപ്പോൾ മധുരയിലേക്ക് പോവണ്ട, 10 ദിവസമെങ്കിലും താമസിച്ചിട്ട് പോയാൽ മതി. എല്ലാവരും രുക്മിയുടെ അപേക്ഷ സ്വീകരിച്ച് സുഖമായി താമസം തുടങ്ങി. രുക്മി ദ്വാരകാവാസികൾക്ക് കേൾക്കാനും കാണാനും അനുഭവിക്കാനും വേണ്ടി പലതരത്തിലുള്ള വിനോദോപാധികൾ ഏർപ്പാടു ചെയ്തിരുന്നു. യാദവന്മാരെ കളിയാക്കാൻ രുക്മിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിന് അയാൾ കണ്ടുപിടിച്ച ഒരു സൂത്രം ചൂതുകളിയായിരുന്നു. രുക്മി ചൂതുകളിയിൽ വളരെ വിദഗ്ധനായിരുന്നു. കൃഷ്ണനും രാമനും ചൂതുകളി വലിയ വശമില്ലായിരുന്നു. അതറിയാവുന്ന രുക്മി കൃഷ്ണനെയും രാമനെയും ചൂതുകളിക്കാൻ വിളിച്ചു. ചൂതുകളിയിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കൃഷ്ണൻ ഒഴിഞ്ഞു. എന്നാൽ രാമൻ ഉത്സാഹത്തോടെ ചൂതുകളിക്കാൻ ചെന്നിരുന്നു. ഓരോ കളിയിലും രുക്മി ജയിച്ചു കയറി. രാമൻ തോൽക്കുകയും ചെയ്തു. അപ്പോൾ രാമന് വാശി കയറി. എങ്ങനെയും ജയിച്ചേയിരിക്കൂ എന്ന് കരുതി വീണ്ടും ശ്രദ്ധയോടെ കളിച്ചു തുടങ്ങി. ആ കളിയിൽ ബലഭദ്രൻ ജയിച്ചു. എന്നാൽ രുക്മിയും അയാളുടെ ഉറ്റമിത്രമായ കാശിരാജാവും ബലരാമൻ കളിയിൽ ജയിച്ചുവെന്ന് സമ്മതിച്ചില്ല. രുക്മിയാണ് ജയിച്ചത് എന്നായിരുന്നു അവരുടെ വാദം. കളി തുടങ്ങിയതും
ബലരാമൻ ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും കാശിരാജാവ് പല്ലുകൾ മുഴുവൻ പുറത്തു കാണിച്ച് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ബലരാമൻ കളിയിൽ ജയിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും അയാളുടെ ചിരി ചെവികൾ വരെ നീണ്ടുചെന്നു. ക്രുദ്ധനായ ബലരാമൻ അയാളുടെ പല്ലുകൾ അടിച്ചു കൊഴിച്ചു. അതുകണ്ട് കുപിതനായ രുക്മിയെ രാമൻ തന്റെ ഉലക്ക കൊണ്ട് തലക്കടിച്ചു കൊന്നു. എല്ലാവർക്കും പരിഭ്രമായി. രുക്മിണിയെ കൃഷ്ണൻ അപഹരിച്ച സമയത്ത് രുക്മിയെ കൊല്ലാനൊരുങ്ങിയ കൃഷ്ണനെ ബന്ധുക്കളെ കൊന്ന് വൈരം വരുത്തി വെക്കരുത് എന്ന് ഉപദേശിച്ച ബലഭദ്രൻ തന്നെ ക്രോധം കൊണ്ട് വിവേകം നശിച്ച് 3 തലമുറകളായി ബന്ധുവായ രുക്മിയെ കൊന്നുകളഞ്ഞു. വിധിയുടെ പരിഹാസം. അതുകൊണ്ട് കൃഷ്ണൻ എല്ലാവരോടും പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് ദ്വാരകയിലേക്ക് വേഗം മടങ്ങുന്നതാണ് നല്ലത്. എന്നിട്ട് പുറപ്പെട്ടു. ബലരാമനെ അനുനയിപ്പിച്ച് തേരിൽ കയറ്റിയിരുത്തി. കോപം നിയന്ത്രിക്കുന്ന ശീലമില്ലാത്ത ജ്യേഷ്ഠൻ കാശിരാജാവിനെയും രാജധാനിയിൽ ബാക്കിയുള്ളവരെയും കൂടി കൊല്ലുമോ എന്നായിരുന്നു കൃഷ്ണന്റെ ഭയം. രുക്മിണിക്കും രുക്മവതിക്കും രോചനയ്ക്കും കൃഷ്ണന്റെ ജ്യേഷ്ഠൻ രുക്മിയെ കൊല്ലാനിടവന്നതിൽ കനത്ത മനസ്താപമുണ്ടായി. 32 ബാണാസുരനുമായുള്ള യുദ്ധം. ശോണിതപുരം എന്ന നഗരത്തിൽ മഹാബലിയുടെ പുത്രനായ ബാണാസുരനാണ് വാണിരുന്നത്. അയാൾ മഹാവീരനായ ഒരു യോദ്ധാവായിരുന്നു. മഹാബലിയുടെയോ മുതുമുത്തച്ഛനായ പ്രഹ്ലാദന്റെയോ സൗമ്യശീലവും വിഷ്ണുഭക്തിയും അയാൾക്കുണ്ടായിരുന്നില്ല. തന്റെ കുലത്തിലെ 2 പേരെ കൊല്ലുകയും തന്റെ അച്ഛനെ ചതി പ്രയോഗിച്ച് സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്ത വിഷ്ണു ഭഗവാനെ താൻ ഒരിക്കലും സേവിക്കയില്ലെന്ന് അയാൾ നിശ്ചയിച്ചിരുന്നു. ബാണാസുരൻ ക്ഷിപ്രപ്രസാദിയായ ശ്രീപരമേശ്വരനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. 1000 കൈകളും ആരോടും ഒരിക്കലും യുദ്ധത്തിന് തോൽക്കുകയില്ലെന്ന വരവും ഭഗവാൻ സദാ എനിക്ക് കാവലായിരിക്കണമെന്ന അനുഗ്രഹവും യാചിച്ചു. അതിസന്തുഷ്ടനായ ശ്രീപരമേശ്വരൻ അനുഗ്രഹിച്ചു. നിനക്ക് 1000 കൈകൾ ഉണ്ടാവട്ടെ. ഞാനും എന്റെ മകൻ കാർത്തികേയനും ഭൂതഗണങ്ങളും നിന്റെ നഗരത്തിന് കാവലായി 4 പാടും മുകളിലും താഴെയും എപ്പോഴും നിൽക്കുന്നതായിരിക്കും. ഞാൻ ആരോടെങ്കിലും യുദ്ധത്തിൽ തോൽക്കുകയാണെങ്കിൽ മാത്രമേ നീയും പരാജയപ്പെടുള്ളൂ. ശ്രീപരമേശ്വരന്റെ അനുഗ്രഹത്തോടും സംരക്ഷണത്തോടും കൂടി ബാണാസുരൻ ശോണിതപുരിയിൽ സർവ്വസ്വതന്ത്രനായി രാജ്യം ഭരിച്ചു തുടങ്ങി. ബാണാസുരന് ഉഷ എന്നു പേരായ അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. താരുണ്യാരംഭ രമ്യയായ അവളെ വിവാഹം കഴിക്കാൻ കൊതിച്ച് പല അസുരകുമാരന്മാരും വന്നുവെങ്കിലും ഉഷയ്ക്ക് അവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾ അതിസുഭകനും രതിസാമ്രാജ്യ അധിപനുമായ ഒരു പുരുഷനെ ഭാവനയിൽ കണ്ടിരുന്നു. അങ്ങനെയൊരാൾ ഉണ്ടാവുമോ എന്ന് പോലും അവൾക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നാലും അവളുടെ മനസ്സിൽ ആ സുന്ദരൻ പുഞ്ചിരിയോടെ എപ്പോഴും കളിയാടിക്കൊണ്ടിരുന്നു. അവളുടെ പ്രിയസഖിയായ ചിത്രലേഖ ബാണാസുരന്റെ മന്ത്രിയായിരുന്ന ഖുംഭാണ്ഡാസുരന്റെ മകളും യോഗവിദ്യ പരിശീലിച്ച് സിദ്ധികൾ വശത്താക്കിയ സമർത്ഥയുമായിരുന്നു. ഉഷ തന്റെ ഭാവനയിലുള്ള പുരുഷനെക്കുറിച്ച് കൂടെ കൂടെ ചിത്രലേഖയോട് സംസാരിച്ചു. എന്നാൽ ഉഷയുടെ രാഗോന്മത്തമായ ഭാവനയെ ചിത്രലേഖ ഗൗരവമായി എടുത്തില്ല. ഒരു രാത്രിയിൽ ഉഷ താൻ മനസ്സിൽ വെച്ച് ധ്യാനിച്ചു പോന്ന പുരുഷനെ സ്വപ്നത്തിൽ വ്യക്തമായി കണ്ടു. ആ തരുണൻ മനോജ്ഞമായ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തന്റെ അടുത്തേക്ക് വരുന്നതും തന്നെ ആശ്ലേഷിച്ച് തെരുകരെ ചുംബിക്കുന്നതുമാണ് അവൾ സ്വപ്നത്തിൽ ദർശിച്ചത്. പക്ഷേ അപ്പോഴേക്കും അവൾ ഉറക്കമുണർന്നുപോയി. ആ പുരുഷനെ കുറെ നേരം കൂടി കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ വല്ലാതെ വ്യസനിച്ച് അവൾ കരഞ്ഞു തുടങ്ങി. അടുത്തുതന്നെ മറ്റൊരു കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന ചിത്രലേഖ ഉഷയുടെ കരച്ചിൽ കേട്ട് ഉണർന്നു. അവൾ പരിഭ്രാന്തയായി ഉഷയെ സമീപിച്ചു. കുമാരി, എന്തിനാ കരയണത് എന്ന് അനുകമ്പയോടെ അന്വേഷിച്ചു. ഉഷ ചിത്രലേഖയെ പിടിച്ചടുത്തിരുത്തി, സഖി, എന്റെ ഭാവനയിൽ സർവ്വലക്ഷണയുക്തനായ ഒരു പുരുഷനുണ്ടെന്ന് ഞാൻ പറയാറില്ലേ? അത് വെറും ഭാവനയല്ല. സ്വപ്നത്തിൽ ആ തരുണൻ എന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ മുഖവും കരചരണാധ്യവയവങ്ങളുമെല്ലാം എന്റെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും. അത്രത്തോളം വ്യക്തമായിരുന്നു സ്വപ്നത്തിലെ രൂപം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ഈ ലോകത്തിലുണ്ട്. ഇല്ലാതെ അദ്ദേഹം എന്റെ സ്വപ്നത്തിൽ വരില്ലല്ലോ. ഇത്തവണ ഉഷയെ കളിയാക്കി തള്ളാൻ ചിത്രലേഖയ്ക്ക് കഴിഞ്ഞില്ല. ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ഒരാളെ ഉഷ സ്വപ്നത്തിൽ കണ്ടുവെങ്കിൽ അവളുടെ ആശ കഴമ്പുള്ളതാണ്. ഇനി ആ യുവാവ് ആരാണെന്നറിയണം. ഭൂമിയിൽ എത്രയെത്ര യുവസുന്ദരന്മാരുണ്ട്. അവരിൽ ആരാണ് ഉഷയുടെ മനസ്സ് അപഹരിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ ചിത്രലേഖയ്ക്ക് ഒരു ഉപായം തോന്നി. അവൾ നല്ല ചിത്രകാരിയാണ്. ചിത്രം വരയ്ക്കാനുള്ള തുണികളും ചായക്കൂട്ടുകളും അവൾ കൊണ്ടുവന്നു. കുമാരി, ഞാൻ കുറെ രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു കാണിക്കാം. ഭവതിയുടെ പ്രിയതമൻ അക്കൂട്ടത്തിൽ ഉണ്ടോയെന്ന് നോക്കൂ. കണ്ടെത്തിയാൽ പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റു. അത് കേട്ട് ഉഷ പറഞ്ഞു, നോക്കൂ ചിത്രലേഖെ, എന്റെ പ്രിയതമൻ അസുരനല്ല, ദേവാംശമുള്ള ഏതോ മനുഷ്യനാണ്. അതുകൊണ്ട് അസുര യുവാക്കളുടെ ചിത്രങ്ങൾ വരച്ച് സമയം കളയണ്ട. അതനുസരിച്ച് ചിത്രലേഖ ഭൂമിയിലെ ചക്രവർത്തിമാരുടെയും മഹാരാജാക്കന്മാരുടെയും സാധാരണ രാജാക്കന്മാരുടെയും ചിത്രങ്ങൾ വരച്ചു കാണിച്ചു കൊടുത്തു. ധാർത്തരാഷ്ട്രന്മാർ, പാണ്ഡവന്മാർ മുതലായ പല മഹാരാജാക്കന്മാരെ ചിത്രത്തിൽ കണ്ടിട്ടും ഉഷ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് തലയാട്ടിയതേ ഉള്ളൂ. പിന്നെ ചിത്രലേഖ വെൺകൊറ്റക്കുടയില്ലാത്ത സാമന്ത രാജാക്കന്മാരുടെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. യദുവംശത്തിലേക്ക് കടന്നപ്പോൾ ഉഷയുടെ ഭാവം മാറി. ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ട് ഉഷ പറഞ്ഞു, ഇദ്ദേഹത്തിന് മാനസ ചക്രവർത്തിയുടെ ഛായയുണ്ട്. എന്നാൽ ഇത് അദ്ദേഹമല്ല. ചിത്രലേഖ പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു. ഉഷ അത് നോക്കി. ഇതേ ഛായ തന്നെയാണ്, എന്നാൽ ഇത് അദ്ദേഹമല്ല. ചിത്രലേഖയ്ക്ക് അതോടെ ആളാരാണെന്ന സംശയം തീർന്നു. അവൾ അനിരുദ്ധന്റെ ചിത്രം വരച്ചു. അത് കണ്ട ഉടൻ ലജ്ജയാൽ തുടുത്ത മുഖത്തോടെ ഉഷ പറഞ്ഞു, അതെ സഖി, ഇത് അദ്ദേഹം തന്നെ. ഈ സുമുഖ തരുണനാണ് എന്റെ പ്രിയതമൻ. ഇനി അദ്ദേഹത്തെ സ്വാധീനമാക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കണം.
ചിത്രലേഖ ആശ്വസിപ്പിച്ചു. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ യോഗസിദ്ധി കൊണ്ട് ദ്വാരകയിൽ നിന്ന് കുമാരനെ ഇങ്ങോട്ട് വരുത്തിത്തരാം. പക്ഷേ അത് കുറച്ച് കടന്ന് കൈയായി പോവും. എന്തൊക്കെ ഭവിഷ്യത്തുകളെ കുമാരിയും ഒപ്പം ഞാനും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി പുറപ്പെടുക. ഉഷ തീർത്ത് പറഞ്ഞു. എന്തു സംഭവിക്കട്ടെ, ഞാൻ നേരിട്ടോളാം. എനിക്കെന്റെ കാമുകനെ അടുത്ത് കണ്ടേ തീരൂ. ചിത്രലേഖ ശരി, വഴിയുണ്ടാക്കാം, രാത്രിയാവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ചിത്രലേഖ വരച്ച ചിത്രം മടിയിൽ വെച്ച് ഉഷ അതിൽ തന്നെ നോക്കിയിരിപ്പായി. അതേസമയം ദ്വാരകയിലും ഒരു വിചിത്ര സംഭവം നടന്നു. അനിരുദ്ധൻ ഒരു ദിവസം സ്വപ്നത്തിൽ വിലാസിനിയായ ഒരു തരുണിയെ കണ്ടു. ആ തരുണി ആരാണെന്ന് കുമാരന് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ പലപ്പോഴും ഒരു സുന്ദരിയുടെ രൂപം അവ്യക്തമായി തന്റെ ചിന്തകളിൽ വന്നു പോകാറുള്ളത് പ്രദ്യുമ്നാജൻ ഓർത്തു. എന്നാൽ സ്വപ്നത്തിൽ കണ്ട രൂപം വ്യക്തമായിരുന്നു. ആരാണ് അവളെന്നോർത്ത് അനിരുദ്ധൻ രാത്രിയുടെ അവശേഷിച്ച ഭാഗം ഉറക്കം വരാതെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസവും കുമാരന് മറ്റൊരു വിചാരം ഉണ്ടായില്ല. അന്നു രാത്രി രുക്മവതി സുതൻ ഉറങ്ങിക്കിടക്കുന്ന രോചനയെ വിട്ട് പതുക്കെ പുറത്തു കടന്ന് ഉദ്യാനത്തിലെ വെണ്ണക്കല്ലത്തിനുമേൽ അജ്ഞാതയായ സുന്ദരിയെക്കുറിച്ചോർത്ത് മനോരാജ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു യുവതി ഉദ്യാനത്തിന്റെ പടിവാതിൽ കടന്നു വരുന്നത് അനിരുദ്ധൻ കണ്ടു. അതും വായുമാർഗത്തിൽ. വല്ല രാക്ഷസിയും മായാപ്രയോഗത്തിലൂടെ വരികയായിരിക്കോ എന്ന് കുമാരൻ ശങ്കിച്ചു. വില്ലും അമ്പും കയ്യിലില്ലാത്തതിൽ ഖേദിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആ സ്ത്രീ അടുത്തെത്തിയിരുന്നു. നീ ആരാണ്? അനിരുദ്ധൻ ആ യുവതി രൂപത്തോട് ചോദിച്ചു. യുവതി കുമാരനെ വന്ദിച്ചു. ഞാൻ ചിത്രലേഖ. അങ്ങയെക്കുറിച്ച് സദാ മനസ്സിലോർത്തും സ്വപ്നം കണ്ടും രാപ്പകലുകൾ തള്ളി നീക്കുന്ന ഉഷാ രാജകുമാരിയുടെ സഖി. രാജകുമാരിക്ക് അങ്ങയെ സ്വപ്നത്തിൽ കണ്ടതു മുതൽ രാഗോന്മാദം കൊണ്ട് മനസ്സ് തളർന്നിരിക്കുന്നു. അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ വരൂ. ഞാൻ അങ്ങയെ ബാണാസുരന്റെ ശോണിതപുരത്തിലേക്ക് കൊണ്ടുപോവാം. ബാണാസുരന്റെ മകളാണ് ഉഷാകുമാരി. യോഗസിദ്ധികളുള്ള എന്റെ കൂടെ വായുമാർഗത്തിൽ പോകാൻ അങ്ങയ്ക്ക് കഴിയും. അനിരുദ്ധൻ സംശയിച്ചു. ആരാണ് ഉഷ? ഞാൻ അറിയില്ലല്ലോ. കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അവളുടെ അനുരാഗഭോജനമായി തീർന്നത്? ചിത്രലേഖ ചിരിച്ചു. രാജകുമാരിയും അങ്ങയെക്കുറിച്ച് കേട്ടിട്ടോ കണ്ടിട്ടോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എങ്ങനെയോ കുമാരി അങ്ങയെ മനസ്സിൽ വെച്ച് ആരാധിച്ചു തുടങ്ങി. സ്വപ്നത്തിൽ കണ്ടപ്പോൾ അങ്ങയുടെ രൂപം സുവ്യക്തമായി തീർന്നിരുന്നു. ഞാൻ കുറേ രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു കൊടുത്തതിൽ നിന്ന് കുമാരി അങ്ങയുടെ ചിത്രം തിരഞ്ഞെടുത്തു. അങ്ങാണ് സ്വപ്നത്തിൽ കണ്ട കാമുകനെന്നും പറഞ്ഞു. അനിരുദ്ധൻ വിസ്മയിച്ചു. സത്യാണോ? എനിക്കും കുറേ ദിവസമായി ഒരു സുന്ദരിയുടെ രൂപം മനസ്സിൽ അവ്യക്തമായി വന്നിരുന്നു. 2 ദിവസം മുൻപ് സ്വപ്നത്തിൽ ഞാൻ അവളെ തെളിഞ്ഞു കണ്ടു. ഞാൻ കണ്ടത് ഉഷയെ തന്നെയാണോ എന്ന് എങ്ങനെ അറിയും? ചിത്രലേഖ പിന്നിൽ പിടിച്ചിരുന്ന കൈ മുൻപോട്ട് കൊണ്ടുവന്ന് കട്ടിത്തുണിയിൽ വരച്ച ഒരു ചിത്രം അനിരുദ്ധനെ കാണിച്ചു. ഉഷയുടെ ചിത്രമായിരുന്നു അത്. അന്ന് പൗർണമിയായിരുന്നതിനാൽ നിറനിലാവിന്റെ തൂവെളിച്ചത്തിൽ കുമാരൻ ചിത്രം തെളിഞ്ഞു കണ്ടു. അനിരുദ്ധൻ രോമാഞ്ചമണിഞ്ഞു. സഖി ചിത്രലേഖെ, ഇവളെ തന്നെയാണ് ഞാൻ ആദ്യം അവ്യക്ത രൂപത്തിലും പിന്നെ സ്വപ്നത്തിൽ സ്പഷ്ടമായും കണ്ടത്. പക്ഷേ അസുരകുമാരിയായി ഇവളെ ഞാൻ എങ്ങനെ സ്വന്താക്കും? ചിത്രലേഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങ് പരിഭ്രമിക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട. എല്ലാറ്റിനും വഴിയുണ്ടാവും. അങ്ങ് എന്നോടൊപ്പം വായുമാർഗത്തിലൂടെ വരൂ. ഒരൊറ്റ മനുഷ്യജീവിയും അറിയാതെ ഞാൻ അങ്ങയെ ഉഷാകുമാരിയുടെ അന്തഃപുരത്തിലെത്തിക്കാം. ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ട്. എന്നാൽ പ്രേമമുഗ്ധരായ 2 പേരെ തമ്മിലടുപ്പിക്കാൻ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. സാധാരണഗതിയിൽ ബാണാസുരന്റെ കുടുംബവുമായി യദുവംശത്തിന് ചാർച്ചയുണ്ടാവാനിടയില്ല. അതുകൊണ്ടാണ് കടും കൈയാണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുമാരിയുടെ ഇഷ്ടം സാധിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. അനിരുദ്ധൻ പിന്നെ ഒട്ടും സംശയിച്ചില്ല. അകത്തുപോയി വില്ലും അമ്പും എടുക്കാൻ പോലും നിൽക്കാതെ പ്രേമാർത്ഥനായ രാജകുമാരൻ ചിത്രലേഖ പറഞ്ഞതനുസരിച്ച് അവളുടെ ഇടതുകൈ പിടിച്ചുകൊണ്ട് വായുമാർഗത്തിലൂടെ യാത്ര ചെയ്തു. വളരെ കുറച്ചു സമയം കൊണ്ട് അവർ ശോണിതപുരത്തിലെത്തി. ഗോപുരപാറാവുകാരോ അന്തഃപുരം കാവൽക്കാരോ കാണാതെയും അറിയാതെയും ചിത്രലേഖ അനിരുദ്ധനെ ഉഷ ഉറങ്ങാൻ കിടക്കുന്ന മുറിയിൽ എത്തിച്ചു. ഉഷ അത്യാഹ്ലാദത്തോടെ ചിത്രലേഖയ്ക്ക് താൻ അണിഞ്ഞിരുന്ന അമൂല്യ ആഭരണങ്ങൾ മുഴുവനും അഴിച്ചുകൊടുത്തു. കെട്ടിപ്പിടിച്ച് നെറ്റിമേൽ ചുംബിച്ചു. ചിത്രലേഖ ചിരിച്ചുകൊണ്ട് കാമിനി കാമുകന്മാരെ തനിച്ചുവിട്ട് മുറിയുടെ പുറത്തേക്ക് പോയി. ദ്വാരകയിൽ നേരം പുലർന്നപ്പോൾ രോചന തന്റെ ശയനീയ ഷായിയായിരുന്ന അനിരുദ്ധനെ കാണാഞ്ഞ് പരിഭ്രമിച്ചു. എവിടെ തിരഞ്ഞിട്ടും കണ്ടുകിട്ടാഞ്ഞപ്പോൾ അവൾ രുക്മവതിയോടും രുക്മിണിയോടും വിവരം പറഞ്ഞു. അങ്ങനെ പ്രദ്യുമ്നനും വാസുദേവകൃഷ്ണനും രാജധാനിയിലെ മറ്റുള്ളവരും അനിരുദ്ധൻ അപ്രത്യക്ഷനായ വിവരം അറിഞ്ഞു. കൃഷ്ണൻ ഒഴിച്ച് എല്ലാവരും സംഭ്രാന്തരായി. കൃഷ്ണൻ പറഞ്ഞു, സാരമില്ല, അനിരുദ്ധൻ ഇളം പെൺകുട്ടിയൊന്നും അല്ലല്ലോ, വീരയോദ്ധാവാണവൻ. രാത്രിയിൽ വല്ലവരോടും യുദ്ധത്തിന് പുറപ്പെട്ടു വന്നിട്ടുണ്ടാവും. ആരെങ്കിലും അറിയിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഗൂഢസ്മിതത്തോടെ കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ എല്ലാരെയും സമാധാനിപ്പിച്ചു. ശോണിതപുരത്തിലെ അന്തഃപുരത്തിലാണെങ്കിൽ കാമുകനെ അടുത്തു കിട്ടിയ സന്തോഷത്തിൽ ഉഷ മതിമറന്നുപോയി. എന്നാൽ ചിത്രലേഖ ഉപദേശിച്ചതനുസരിച്ച് അപ്പോൾ തന്നെ അവൾ അന്തഃപുരത്തിലെ പാർവതി പരമേശ്വരന്മാരുടെ കോവിലിൽ നടക്കിൽ നിന്ന് അനിരുദ്ധനെ പൂമാലയണിയിച്ചു. ചിത്രലേഖ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന താലി സ്വർണ്ണ നൂലിന്മേൽ കോർത്ത് ഉഷയുടെ കഴുത്തിൽ അനിരുദ്ധൻ അണിയിച്ചു. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിച്ചു. മുല്ലപ്പൂമാല മുടിയിൽ ചൂടിച്ചു. ഉഷ അനിരുദ്ധനും അനിരുദ്ധൻ ഉഷയ്ക്കും താമ്പൂലം തയ്യാറാക്കി കൊടുത്തു. ശ്രീ പരമേശ്വര സന്നിധിയിൽ അവർ ദമ്പതിമാരായി. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദ്വാരകയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൃഷ്ണൻ എല്ലാം അറിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. ചിത്രലേഖയൊഴിച്ചുള്ള സഖിമാരും വിശ്വസ്തദാസിമാരും സംശയത്തോടെ ഉഷയെ വീക്ഷിച്ചു തുടങ്ങി. രാത്രി മുഴുവൻ ഒരു പുരുഷനോടൊന്നിച്ച് കഴിച്ചു കൂട്ടിയതുപോലെയുണ്ട് അവളെ കണ്ടാൽ.
അവളുടെ തുടുത്ത ചുണ്ടുകളിലും കവിളുകളിലും ദന്തക്ഷതങ്ങൾ, മുലകളിലും തുടകളിലും നഖക്ഷതങ്ങൾ. അവൾ മതാലസയായിരിക്കുന്നു. ഉണ്ണാനിരിക്കുമ്പോൾ പോലും മയങ്ങിപ്പോകുന്നു. മുഖം കണ്ടാൽ ഉറക്കം മതിയാവാത്തതുപോലെ തോന്നും. മാത്രമല്ല, അവളെ കുളിപ്പിക്കാനോ മുടി ചീകി കെട്ടിക്കാനോ അവയവങ്ങളിൽ അംഗരാഗങ്ങൾ തേച്ചു കൊടുക്കാനോ ആ മുറിയിലേക്ക് ആരെയും കടക്കാനോ സമ്മതിച്ചില്ല. എല്ലാം മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ചിത്രലേഖ പലപ്പോഴും ആർക്കോ വേണ്ടി ഭക്ഷണപാനീയങ്ങൾ തളികകളിലും അടപ്പുകിണ്ടികളിലുമായി കൊണ്ടുപോകുന്നുണ്ട്. ആർക്കാണെന്ന് ചോദിച്ചാൽ അവൾ ചിരിക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയപ്പോൾ ഉഷയുടെ ധാത്രി പ്രഭാവതി മഹാരാജ്ഞി സീമന്തിനിയെ ചെന്നുകണ്ട് തനിക്കും മറ്റുള്ളവർക്കും കുറച്ചു ദിവസമായി തോന്നാറുണ്ടായിരുന്ന സംശയങ്ങൾ വിശദമായി അറിയിച്ചു. സീമന്തിനി രാജ്ഞി അമ്പരന്നു. കന്യകയുടെ അന്തഃപുരത്തിൽ കടന്നവൻ ആരാണെന്ന് അന്വേഷിക്കാതെ വയ്യ. അവർ ഉടൻ തന്നെ ഭർത്താവിനോട് താൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ബാണാസുരന് പരിഭ്രമത്തെക്കാളധികം ലജ്ജയാണുണ്ടായത്. സഹസ്രബാഹുവും വീരാതിവീരനുമായ തന്റെ അന്തഃപുരത്തിൽ കടന്ന് തന്റെ മകളുടെ ചാരിത്രം നശിപ്പിച്ചവനെ പിടികൂടാതിരിക്കുന്നത് തന്റെ പരാക്രമത്തിന് യോജിച്ചതല്ല. ഉഗ്രാശാസനനായ അയാൾ മന്ത്രി കുംഭാണ്ഡാസുരനെ വിളിച്ച് കുറേ ഭടന്മാരെ അന്തഃപുരത്തിൽ മുഴുവൻ തിരഞ്ഞു നോക്കാൻ പറഞ്ഞയച്ചു. വല്ല പുരുഷനെയും കണ്ടെത്തിയാൽ ഉടൻ തന്നെ വിവരമറിയിക്കണമെന്നും കൽപ്പിച്ചു. ഭടന്മാർ അന്തഃപുരത്തിൽ കടന്നു ചെന്നു. ഉഷയുടെ തടസ്സം വകവയ്ക്കാതെ അവർ മറ്റെല്ലാ സ്ഥലങ്ങൾക്കും ശേഷം ഉഷയുടെ കിടപ്പറയും പരിശോധിച്ചു. പട്ടുമെത്തമേൽ ഉറങ്ങിക്കിടക്കുന്ന അതിസുന്ദരനായ ഒരു പുരുഷനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഉടൻ ഓടിച്ചെന്ന് കുംഭാണ്ഡാസുരനെയും ബാണാസുരനെയും അറിയിച്ചു. രണ്ടുപേരും അപ്പോൾ തന്നെ വന്നു. അപ്പോഴേക്കും അന്തഃപുരത്തിൽ പലരും തമ്മിൽ പതുക്കെ സംസാരിക്കുന്ന ശബ്ദം തേനീച്ചകളുടെ മർമ്മരം പോലെ കേട്ട് അനിരുദ്ധൻ ഉണർന്ന് കണ്ണുമിഴിച്ചു. 1000 കൈകളുള്ള ഒരു ഭയങ്കര ദാനവനെയാണ് രാജകുമാരൻ തന്റെ മുൻപിൽ കണ്ടത്. വാസുദേവകൃഷ്ണന്റെ പൗത്രനായ കുമാരൻ ഭയപ്പെട്ടില്ല. വീര്യത്തോടെ ചാടിയെഴുന്നേറ്റ അനിരുദ്ധനെ ബാണന്റെ 1000 കൈകൾ 1000 തലകളുള്ള പാമ്പിനെ പോലെ വളഞ്ഞു പിടിച്ചു. കുതിര നോക്കിയെങ്കിലും ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ശക്തനായ അസുരന്റെ പിടിവിടുവിക്കാൻ രാജകുമാരന് കഴിഞ്ഞില്ല. ബാണാസുരൻ അനിരുദ്ധനെ പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ട് അടച്ചു. കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ അനുഗമിച്ച മകളെ അച്ഛൻ ഒറ്റ കൈകൊണ്ട് തടഞ്ഞു നിർത്തി. പോകൂ, അന്തഃപുരത്തിൽ പോയിരിക്കൂ. അഭിസാരികയെ പോലെ ഏതോ ഒരു പുരുഷനുമായി രതിലീലകളിൽ ഏർപ്പെട്ട നീ എന്റെ മകളാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. വിശദീകരണത്തിന് തുനിഞ്ഞ മകളുടെ വാക്കുകൾ കേൾക്കാൻ അസുരൻ തയ്യാറായില്ല. സീമന്തിനി രാജ്ഞി മകളെ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി അന്തഃപുരത്തിലെ ഒരു മുറിയിലിട്ട് അടച്ചു. താൻ അനിരുദ്ധനെ സ്വപ്നം കണ്ടതും അതേസമയത്തു തന്നെ അദ്ദേഹവും തന്നെ സ്വപ്നത്തിൽ കണ്ടതും തിരഞ്ഞു പിടിച്ചു വന്നതുമായ ഒരു അർദ്ധസത്യകഥ മെനഞ്ഞെടുത്ത് ഉഷ അമ്മയെ വിശ്വസിപ്പിച്ചു. ചിത്രലേഖയ്ക്ക് ഈ സംഭവത്തിലുള്ള പങ്ക് അവൾ പറഞ്ഞില്ല. തനിക്ക് പ്രിയതമനെ കൊണ്ടുവന്നു തന്ന സഖിയെ അപരാധിനിയായി കാണിക്കേണ്ട എന്നായിരുന്നു അവളുടെ തീരുമാനം. ഭയപരിഭ്രമങ്ങൾ കൊണ്ട് അന്ധയായ ചിത്രലേഖ ഉഷയെ അടച്ചിട്ട മുറിയിൽ തന്നെയും അടച്ചിടാൻ രാജ്ഞിയോട് അപേക്ഷിച്ചു. എന്നാൽ തെറ്റുകാരിയായ മകൾ ഏകാന്ത തടവിൽ കുറച്ചു ദിവസം കഴിയട്ടെ എന്നായിരുന്നു അമ്മയുടെ നിശ്ചയം. അമ്മ പോയപ്പോൾ ഉഷ വാതിലിനടുത്ത് ചെന്നുനിന്ന് ചിത്രലേഖയോട് പറഞ്ഞു, സഖി ചിത്രലേഖേ, നീ പോയി നിന്റെ അച്ഛനോട് ഇവിടെ വരെ വന്ന് എന്നെ ഒന്ന് കാണാൻ പറയൂ. മന്ത്രിസത്തമ്മൻ പറഞ്ഞാൽ അച്ഛൻ എന്തും കേൾക്കും. ചിത്രലേഖ പറഞ്ഞതനുസരിച്ച് കുംഭാണ്ഡാസുരൻ ഉഷയെ അടച്ചിട്ട മുറിയുടെ വാതിൽക്കൽ ചെന്നു നിന്ന് കണ്ടു. രാജകുമാരി, ഭവതി എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഉഷ മറുപടി പറഞ്ഞു, സജീവോത്തമ, ദ്വാരകയിലെ യദുവംശീയന്മാരുടെ മകുടമണിയായ ശ്രീ വാസുദേവകൃഷ്ണന്റെ മകന്റെ മകനാണ് എന്റെ പ്രിയതമനായ അനിരുദ്ധൻ. ഏതോ അനാഥനും തെണ്ടിയുമായ പുരുഷനല്ല. കൃഷ്ണന്റെ കുടുംബവുമായി ഞാൻ മൂലം ഒരു ബന്ധുത്വമുണ്ടായാൽ അച്ഛൻ അതിൽ കോപിക്കല്ല വേണ്ടത്, മറിച്ച് ആഹ്ലാദിക്കാണ്. അച്ഛനോട് ഇത് ചെന്ന് പറയൂ. കുംഭാണ്ഡാസുരൻ ശങ്കിച്ചു നിന്നു. രാജകുമാരി, ഭവതിയുടെ ഈ വാദം മഹാരാജാവിന് ഇഷ്ടപ്പെടുമോ എന്ന് സംശയമാണ്. തന്റെ മുതുമുത്തച്ഛനായ പ്രഹ്ലാദന്റെ അച്ഛൻ ഹിരണ്യകശുപുവിനെയും ഇളയച്ഛൻ ഹിരണ്യാക്ഷനെയും കൊല്ലുകയും അച്ഛനെ സുതലത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്ത വിഷ്ണു ഭഗവാനോട് മഹാരാജാവിന് വെറുപ്പാണുള്ളത്. വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്നല്ലേ പൊതുജന സംസാരം. മഹാരാജാവ് ഇത് കേട്ട് പ്രസാദിക്കുമെന്ന് വിചാരിക്കേണ്ട. ഉഷ നിശബ്ദയായി. കുംഭാണ്ഡാസുരൻ പറയുന്നത് പരമാർത്ഥമാണെന്ന് അവൾക്കറിയായിരുന്നു. അവൾ അന്തഃപുരത്തിലെ മുറിയിൽ വെണ്ണക്കല്ലു പതിച്ച നിലത്തും അനിരുദ്ധൻ ഏകാന്ത തടവറയിലെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച തറയിലും കിടന്ന് കഴിച്ചുകൂട്ടി. എവിടെയും നടക്കുന്നതെന്തും അറിയുന്ന ത്രികാലജ്ഞനായ നാരദമുനി അന്നു തന്നെ ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെ വിവരമറിയിച്ചു. തന്റെ പൊന്നോമന പൗത്രൻ ബാണാസുരന്റെ തടവിലാണെന്നറിഞ്ഞ് കൃഷ്ണൻ ക്രുദ്ധനായി. തന്റെ സേനയോടൊപ്പം കൃഷ്ണൻ ശോണിതപുരിയിലേക്ക് പുറപ്പെട്ടു. ശോണിതപുരിയിൽ ചെന്ന കൃഷ്ണൻ തന്റെ എതിരാളിയായി ബാണാസുരനെ കൂടാതെ കണ്ടത് ഗിരിജാകാന്തനായ ശ്രീപരമേശ്വരനെയും സുബ്രഹ്മണ്യനെയും ഭൂതഗണങ്ങളെയുമാണ്. അസുരൻ കൃഷ്ണന്റെ സേനാപതിയായ യുയുധാനൻ എന്ന സാത്യകിയോടും കുംഭാണ്ഡാസുരൻ ബലഭദ്രനോടും സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നോടും ശ്രീപരമേശ്വരൻ കൃഷ്ണനോടും ഭൂതഗണങ്ങൾ ഭടന്മാരോടും ഏറ്റുമുട്ടി. കൃഷ്ണന്റെ ആവനാഴിയിലെ എണ്ണമറ്റ അമ്പുകൾ തറച്ച് ഭൂതഗണങ്ങൾ മുഴുവൻ തോറ്റോടി. പ്രദ്യുമ്നന്റെ പൂവമ്പുകളേറ്റ് സുബ്രഹ്മണ്യൻ അവശനായി മണ്ണിൽ വീണു. ബലഭദ്രന്റെ ഉലക കൊണ്ടുള്ള പ്രഹരമേറ്റ് കുംഭാണ്ഡാസുരൻ കെട്ടഴിഞ്ഞ ഭണ്ഡം പോലെ ചിതറിപ്പോയി. ബാണാസുരൻ 1000 കൈകൾ കൊണ്ട് ഒരേ സമയത്ത് 500 വില്ലുകളെടുത്ത് 500 അമ്പുകൾ വീതം അയച്ച് കൃഷ്ണന്റെ ഭടന്മാരെ തളർത്താൻ നോക്കി. പക്ഷേ 500 വില്ലുകളും ഒടിഞ്ഞു പോവുകയാണുണ്ടായത്. മാത്രമല്ല, അതോടൊപ്പം ബാണാസുരന്റെ 1000 കൈകളും മുറിഞ്ഞു വീണു. കൃഷ്ണനോട് ജയിക്കാൻ തനിക്ക് കഴിയുകയില്ലെന്ന് ശ്രീ പരമേശ്വരന് തോന്നി. മഹേശ്വര ഭഗവാൻ തന്റെ കൈവശമുള്ള ശിവജ്വരം എന്ന മഹാമാരിയെ കൃഷ്ണന്റെ സേനയുടെ നേർക്കയച്ചു. കൃഷ്ണൻ ഒഴിച്ചെല്ലാവരും പെട്ടെന്ന് ബാധിച്ച കലശലായ പനിയും ശരീരവേദനയും തലവേദനയും നിമിത്തം ബോധം കെട്ടുവീണു.
അതുകൊണ്ട് കൃഷ്ണൻ വിഷ്ണുജ്വരം എന്ന മഹാമാരിയെ ശ്രീപരമേശ്വരന്റെയും അനുയായികളുടെയും നേരെ അയച്ചു. ബാണാസുരൻ മാത്രമല്ല, സുബ്രഹ്മണ്യനും ശ്രീപരമേശ്വരൻ പോലും അതിഭയങ്കരമായ ജ്വരബാധയാൽ മോഹാലസ്യപ്പെട്ട് വളരെ സമയം കിടപ്പിലായി പോയി. അവസാനം കൃഷ്ണൻ ബ്രഹ്മാവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ തീർത്ഥക്കിണ്ടിയിലെ പുണ്യജലം താൻ തന്നെ കൈക്കുമ്പിളിൽ ഒഴിച്ചെടുത്ത് തളിച്ച് 2 ജ്വരങ്ങളും ബാധിച്ച് കിടന്നിരുന്നവരെ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കി എഴുന്നേൽപ്പിച്ചു. ശ്രീപരമേശ്വരൻ കൃഷ്ണനെ നമസ്കരിക്കാൻ ഭാവിച്ചപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് വിലക്കി തടഞ്ഞു. ശംഭോ മഹാദേവ, ഞാൻ വെറുമൊരു മനുഷ്യനാണ്. അങ്ങാകട്ടെ ലോകാശങ്കരനായ ശങ്കരൻ, ജഗദംബികയുടെ പ്രാണവല്ലഭനും. മഹാപ്രളയം വന്ന് ഞങ്ങളൊക്കെ നശിച്ചു പോയാലും ലോകജനനിയും ദേവിയുടെ പ്രഭാവത്താൽ അങ്ങും മാത്രം ലോകങ്ങളിൽ അവശേഷിക്കുമെന്നത് സർവ്വവിവിധമായനല്ലോ. അങ്ങ് എന്നെ നമിക്കരുത്. പ്രണതനായ അങ്ങും പ്രണീതനായ ഞാനും പരിഹാസപാത്രങ്ങളാവും. ശ്രീപരമേശ്വരൻ കൈകൂപ്പി, അങ്ങ് പറയുന്നത് പോലെ ആവട്ടെ. അങ്ങ് ഉണ്ണികൃഷ്ണനായിരിക്കുമ്പോൾ പശുക്കളെയും ഗോപന്മാരെയും മറച്ചുപിടിച്ച ബ്രഹ്മാവിനെ തോൽപ്പിച്ചു. 7 ദിവസം ചെയ്ത പ്രളയ സൃഷ്ടിയിൽ നിന്ന് ഗോവർദ്ധന പർവ്വതം വിരൽ കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ദേവേന്ദ്രനെയും തോൽപ്പിച്ചു. എന്നെ തോൽപ്പിക്കാൻ അങ്ങേക്ക് കഴിയുകയില്ലെന്നായിരുന്നു എൻ്റെ അഭിമാനം. അങ്ങ് എൻ്റെ അഹങ്കാരവും നശിപ്പിച്ചു. അങ്ങ് സർവശക്തനാണെങ്കിലും ദുർബലനാണെന്ന് ഭാവിച്ച് മനുഷ്യത്വം നടിച്ചു കഴിയുകയാണെന്ന് എനിക്കറിയാലോ. എനിക്ക് അങ്ങയോട് അപേക്ഷയുണ്ട്. ബാണാസുരന്റെ കൈകൾ മുഴുവൻ അങ്ങ് മുറിച്ചു വീഴ്ത്തി. അങ്ങ് അവനോട് ക്ഷമിച്ച് അവന് 2 കൈകൾ തിരികെ കൊടുക്കണം. കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. ഞാനത് ആദ്യമേ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അനിരുദ്ധൻ ഉഷയെ പാണിഗ്രഹണം ചെയ്യുമ്പോൾ ഉഷയുടെ വലതുകൈ പിടിച്ച് അനിരുദ്ധന്റെ വലതുകൈയിൽ വെച്ചു കൊടുക്കാൻ ബാണാസുരന് 2 കൈകൾ വേണമല്ലോ. കൃഷ്ണന്റെ കളിവാക്കുകൾ കേട്ട് മഹാദേവനും ചിരിയിൽ പങ്കുചേർന്നു. താൻ യുദ്ധത്തിൽ ആരോടെങ്കിലും തോൽക്കുകയാണെങ്കിൽ മാത്രമേ ബാണാസുരനും തോൽവിയുണ്ടാകുകയുള്ളൂ എന്ന് ശ്രീപരമേശ്വരൻ കൊടുത്ത വരം സഫലമാകുകയും ചെയ്തു. നല്ല മുഹൂർത്തം നോക്കി ബാണാസുരൻ മകളെ അനിരുദ്ധന് വിവാഹം കഴിച്ചു കൊടുത്തു. ധാരാളം സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും പശുക്കളും കുതിരകളും ആനകളും ഒട്ടകങ്ങളും അസുരൻ അനിരുദ്ധന് വരദക്ഷിണയായി നൽകി. ഉഷ തേരിൽ അനിരുദ്ധന്റെ ഇടതുവശത്തിരുന്നു കൊണ്ട് ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു. പ്രിയസഖി ചിത്രലേഖ ഉഷയുടെ ഇടതുവശത്തും ഇരുന്നു. തന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്ന സഖിയോട് ഉഷ ഏതുകാലത്തും കൃതജ്ഞത കൈവിട്ടില്ല.